ഹാർട്ടിനെ സത്യത്തിലേക്കും ശുദ്ധിയിലേക്കും മെൻഡ് ചെയ്യാൻ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അലൈൻഡ് ആണ്. അലൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിങ്ങൾക്കിരിക്കാം. ഉണ്ടാവാറുണ്ട് നമ്മളോട് ഇതാ ഒരു ഫ്ലോ സ്റ്റേറ്റിൽ സിയാൻസാന്റെ കുട്ടികളാ നിസാരവൽക്കരിക്കുന്നവരെ കാണുമ്പോൾ വല്ലാത്ത ഖേദം തോന്നാറുണ്ട്. അത് ആക്ച്വലി എന്താ ലൈവ് സ്ട്രീമിങ്ങിലെ റൂമി നൈറ്റിന്റെ ചിലവര് നിങ്ങൾ കന്നഡ സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ വഴിക്കരുത്. ശേഷം എനിക്ക് അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ ഇരിക്കാനുള്ള സമയമൊന്നും ഞാൻ മാറി മാറി വന്നപ്പോൾ എവിടെയൊന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് കിട്ടിയ ജോബ് ഇന്നലെ നമ്മുടെ രാജ്യം വലിയൊരു സന്തോഷത്തിന് വിറ്റ്നസ് ചെയ്തിടയാ അല്ലെ. അതിൽ നമ്മൾ മനസ്സിലാക്കിയത് ജെൻസികളുടെ പവർ എവിടെയും പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ജെൻസീസ് ആയിട്ടുള്ള ടീംസൊക്കെ രാവിലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തൊരുമിച്ച് ഇരുന്നിട്ട് അല്ലേ, സ്നേഹത്തിലും സാഹോദര്യത്തിലും നന്മയിലായിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു ഇനീഷ്യേറ്റീവായിട്ട് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് വിസ്ഡംസ് എടുക്കാനും ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കട്ടെ. നമുക്ക് പരിമിതികളുണ്ട്, നിങ്ങൾക്ക് നമ്മളെക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇന്നലത്തെ റൂമി നൈറ്റിൽ നമുക്ക് കേരളത്തിലെ 10 ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ സംസ്ഥാന സമ്മേളനം അന്നേരം നടന്നത്. ഇന്ന് അതിൻ്റെ ബാക്കി മാത്രമായിട്ട് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഏതായാലും ഈ വിസ്ഡംസ് നിങ്ങൾക്ക് അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഹീലിങ്ങിൻ്റെ റേഷ്യോ നന്നായിട്ട് കൂടുന്നുണ്ട്. ദാറ്റ് മീൻസ് പലർക്കും ലൈവ് റിസൾട്ടുകൾ ഇന്നലെ റൂമിനായിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ പേര് അവരുടെ കുറേ ലൈവ് റിസൾട്ട് പറഞ്ഞു. കഴിഞ്ഞ വീക്കിലെ ലിസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാനിനി അത് പറയാൻ സമയം കളഞ്ഞില്ല, അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അറിയാലോ, ഫ്രഷേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, ഗൈഡഡ് ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു വിസ്ഡം ഷെയറിങ് സെഷൻ അല്ല. ഇന്നലെ ഞാൻ റൂമിനേറ്റിൽ പൂർണ്ണമായിട്ടും വൈബ്രേഷണൽ ഹീലിംഗ് ആണ് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു അറിവും എന്തിൽ നമ്മൾ ഇടപെടുമ്പോഴും അവിടെ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ എനർജി എടുക്കാൻ വേണ്ടി നോക്കാം. ഒരിക്കലും ഒരു ഇൻ്റലക്ച്വൽ ക്ലിയറൻസ് മാത്രമായിട്ട് ഇതിനെ കാണരുത് എന്നുള്ളതാണ്. ഇൻ്റലക്ച്വൽ ക്ലിയറൻസ് ഒരു ഭാഗത്ത് നടക്കട്ടെ, അതിനേക്കാളും പ്രാധാന്യം വി ആർ ഇൻ എ സെർട്ടൻ സെറ്റ് ഓഫ് എനർജി. ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പുതുതായിട്ട് വന്നവർ ഓൺലൈനിലുള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൊല്ലത്തുനിന്നും കാസർഗോഡ് നിന്നും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നൊക്കെ ഇന്നലെ തന്നെ ഇവിടെ എത്തി. ആക്ച്വലി ഇന്നലെ ഏർലി മോർണിംഗ് 4 മണിക്ക് ട്രെയിൻ പിടിച്ച് വന്നിട്ട് റൂമിനായിട്ട് അറ്റൻഡ് ചെയ്ത് ഇവിടെ പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് ഹോട്ടൽസിലൊക്കെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഈ സെഷന് വേണ്ടി ഇരിക്കുമ്പം ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കയറാൻ പറ്റുന്ന എത്താൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. അവിടെ നമ്മൾ നോക്കേണ്ടത് ആരുടെ യാത്രയാണ് കൂടുതൽ ഡെഡിക്കേറ്റഡ് ആവുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടുക. ഈ തീർത്ഥാടന യാത്രകൾ കൊണ്ട് നമുക്ക് പ്യൂരിഫിക്കേഷൻ നടക്കുമെന്ന് പറയാറുണ്ട് അല്ലേ. ശബരിമല പോകുന്നു, അല്ലെങ്കിൽ കുരിശുമല താണ്ടുന്നു, ഇതൊക്കെ ഒരു എഫേർട്ടാണ്. ഹജ്ജിന് പോകാമെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു എഫേർട്ടാണ്. ആക്ച്വലി അതിൽ എന്താണ് പ്യൂരിഫിക്കേഷന് കാരണമാകണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതല്ല, ആ യാത്രക്ക് നിങ്ങളെടുക്കുന്ന എഫേർട്ടിലൂടെ നിങ്ങളുടെ പാപങ്ങൾ കഴുകി പോകുന്നു എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും ഒരു വലിയ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി ഇറങ്ങുമ്പോൾ ആ യാത്രയിൽ ഒരുപാട് ചലഞ്ചുകൾ ഉണ്ടായിരിക്കും. അത് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ഡ്രീം ഓറിയൻറ്റഡ് ആയിട്ട് പോകുകയാണെങ്കിലും ആ എഫേർട്ടിലൂടെ നിങ്ങൾക്കുള്ളിൽ നിന്നും ഉരുകിപ്പോകേണ്ട നിങ്ങളല്ലാത്ത, നിങ്ങളുടെ ഫേക്കായിട്ടുള്ള, നിങ്ങൾ കാരണമല്ലാതെ നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് ബിലീഫ്സ് എന്തൊക്കെയാണോ ഇറങ്ങിപ്പോകേണ്ടത് അതൊക്കെ ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾ പ്യൂരിഫൈ ചെയ്യപ്പെടും. അങ്ങനെയാണ് നമ്മളൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴേക്ക് ആ യാത്രയാണ് നമ്മളെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ടേക്ക് അവേ ആണ്. ഇപ്പം പലർക്കും ചിലപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആയിരിക്കും. ഒന്ന് ചിലപ്പോൾ ഓൺലൈനിലൊക്കെ വരുന്നവർക്ക് ഒരു ക്ലിക്ക് ചെയ്ത് കയറിയാൽ മതി. ആ ക്ലിക്കിനുള്ള എഫേർട്ട് പോലും എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമുക്ക് നന്നാവണം, രക്ഷപ്പെടണം പറഞ്ഞതിൽ ഒരു കാര്യമില്ല. ഏതായാലും നമ്മൾ പുതിയൊരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാണ്. വി ആർ ഷോയിങ് ആൻഡ് പ്രൂവിങ് ഇറ്റ് ഈസ് പോസിബിൾ. ഗൈഡഡ് ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ റൂമിനായിട്ട് കഴിഞ്ഞിട്ട് മെൻറ്റേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയായിരുന്നു, നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഭയങ്കര കോൺഫിഡൻസോട് കൂടി ഇല്ല നമ്മളത് നടത്തിയിരിക്കും എന്ന രൂപേണ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഒന്ന്, ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ 4:30 മുതൽ രാത്രി ഒരു 9 മണി 10 മണി വരെ ആളുകൾ ഒരു പ്രോഗ്രാമിന് വരാമെന്ന് പറഞ്ഞാൽ അത് കാര്യപ്പെട്ട കല്യാണമോ അല്ലെങ്കിൽ വല്ല DJ പാർട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ആയിരിക്കണം, വല്ല റാപ്പേഴ്സിൻ്റെ പരിപാടിയൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. പാവപ്പെട്ട എൻ്റെ പരിപാടിക്ക് വരാൻ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിക്കോളുന്നില്ല. എങ്കിൽ കൂടി നമ്മൾ എന്ത് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിന് അത്രയും മൂല്യം ഉണ്ടെങ്കിൽ ആളുകൾ എവിടെ നിന്നും വന്നിരിക്കും. അപ്പോൾ ഫസ്റ്റ് വി വെർ കൺഫ്യൂസ്, ഇത് വർക്കാവോ, പക്ഷേ ഇറ്റ് വർക്ക്ഡ്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പണിംഗ് ഫോർ അസ്. കളിയേക്കാളും കൂടുതൽ കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നാൽ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഇന്നലെ ആനിവേഴ്സറി റൂമിനേറ്റ് നടന്നപ്പോൾ നമുക്ക് വലിയൊരു റിയലൈസേഷൻ ആയിരുന്നു, കാര്യമുണ്ടെങ്കിൽ കാമ്പുണ്ടെങ്കിൽ ആളുകൾ എവിടുന്ന് വേണമെങ്കിലും എത്തിക്കോളും. രണ്ടാമത്തെ ഒരു ചലഞ്ചിങ് ആയിട്ട് ഞാൻ മുന്നോട്ട് വെച്ചത്, ഞാൻ ഹിമാലയയിലുള്ള സമയത്താണ് ഞാൻ മെൻറ്റേഴ്സിനെ വിളിച്ച് പറഞ്ഞത്,
ഇനി മുതൽ GT നമുക്ക് ഓഫ്ലൈനായിട്ട് വരണം. മാത്രമല്ല അത് രാവിലെ 6:30 മുതൽ വേണം. അപ്പോൾ ഈ ഏർലി മോർണിംഗ് ടൈമിൽ ആളുകൾ എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അതും കുറച്ച് ആഴ്ചകളായിട്ട് നമ്മളത് പ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. സോ ഇറ്റ് വർക്ക്സ് ഇഫ് ഇറ്റ് ഈസ് വർത്തിയർ എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഒരു മെസ്സേജ് കൂടിയാണ്. ഇപ്പോൾ ഫോളോ യുവർ ഹാർട്ട്. കോമൺലി എന്താണ് എന്നുള്ളതൊന്നും നമ്മൾ നോക്കേണ്ട. ഫോളോ യുവർ ഹാർട്ട് എന്തും വർക്കൗട്ട് ആവും. അപ്പോൾ അത്തരത്തിലൊരു എനർജി വലയത്തിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്യുവർ തോട്ട്സിലാണ്, നല്ല മെഡിറ്റേഷനൊക്കെ ചെയ്ത് നല്ലതായിട്ടുള്ളൊരു ഓഡിറ്റിംഗ് ഒക്കെ നടത്തി. ഇതുവരെയുള്ള സമയത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളല്ലാത്ത നിങ്ങളുടെ കുടുംബക്കാരോ നാട്ടുകാരോ ബാക്കിയുള്ളവരെ പറ്റിയിട്ടൊന്നും കൂടുതലായിട്ട് നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ സാധാരണ ദിവസങ്ങളിൽ രാവിലെ ഉറങ്ങിയിട്ടാൽ ആദ്യം തോട്ട് പോകാം മക്കളെന്തായി, കെട്ടിയോൻ്റെത് എന്തായി, അല്ലേ, ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ തോട്ടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഈ GT ഉള്ള ദിവസം ആ തോട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടി കുറച്ചുകൂടി പ്രിയോറിറ്റി നമ്മൾ എന്നതിലേക്ക് വരാം. അത് സെൽഫിഷ്നെസ് അല്ല, നമ്മളെ മെയിൻ്റനൻസ് കൂടി ബാധകമാണല്ലോ എന്നുള്ളത് കൊണ്ട് ഇന്ന് മെഡിറ്റേഷൻ ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന തോട്ടിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് തോട്ട് നിങ്ങളിലേക്കാണ് വരുന്നത്. കാരണം നിങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് വേണം നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങാൻ. നിങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ലോകത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇവിടുത്തെ വിസ്ഡത്തിനേക്കാളും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദ എനർജി ദാറ്റ് വി ക്രിയേറ്റ്സ് ചെയ്യാം. ഇവിടെ ഒരു എനർജി ഉണ്ട്, ഇവിടെ ഒരു വൈബ്രേഷൻ ഉണ്ട്. അത് ആഴ്ചകളായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് പോയതാണ്. ഇപ്പം നമ്മൾ പറയാറുണ്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് ആരാധന ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ റൂമിലേക്ക് കയറുമ്പോൾ ഒരു വൈബ് കിട്ടും. നിങ്ങളുടെ വീട്ടിൽ ചില റൂംസൊക്കെ ഉണ്ടാക്കി, ചില വീട്ടിലൊക്കെ, എല്ലാ വീട്ടിലുണ്ടാവാൻ ചാൻസ് ഇല്ല, എല്ലാ സ്ഥിരമായിട്ട് ആളുകൾ ഇരുന്ന് വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ള അങ്ങനത്തെ മുറികളിൽ ഒരുപാട് ദിവസം ഇരുന്ന് വായിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തൊരു മുറിയിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അതിൻ്റെ ഒരു ഓറ അടിക്കും, ഒരു വൈബ് അടിക്കും. അതുപോലെ ഗൈഡഡ് ടോക്കിലേക്ക് ഒരാൾ വരാമെന്ന് പറഞ്ഞാൽ ഗൈഡഡ് ടോക്ക് ഇന്ന് 278ാമത്തെ വീക്കാണ്. അപ്പോൾ അത്രയും ആഴ്ചകളിലൂടെ ഉണ്ടായിട്ടുള്ളൊരു എനർജിയാണ് അവിടെ എന്ത് ചെയ്യുക നാച്ചുറലി ഓൺ ആവാന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എനർജിയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ലൈവ് റിസൾട്ട് കിട്ടുക, ട്രാൻസ്മിഷൻ നടന്ന്, ഇപ്പോൾ കാറ്റ് കൊണ്ട് നന്നാവാന്ന് പറഞ്ഞ പോലെ മാറാന്ന് പറഞ്ഞ പോലെ സംതിങ് ഹാപ്പൻസിലാണ്. അത് ഇന്നതായിരിക്കണം എന്ന് വാശി പിടിക്കാതിരിക്കുക. നമ്മുടെ വാശികളൊക്കെ മാറ്റിച്ച് ജസ്റ്റ് സറണ്ടർ ആൻഡ് ബി ദർ. ദാറ്റ്സ് ആക്ച്വലി മെയിൻ തിങ്. അതാണ് അതിലൊരു പാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഇന്ന് എനിക്ക് ആദ്യം നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിലേക്കും Q&Aയിലേക്കൊക്കെ പോകുന്നതിനും എനിക്ക് ആദ്യം പറയാനുള്ളത് 278 നമ്മൾ 300ലേക്ക് അടുക്കാണ് അല്ലേ. ഗൈഡഡ് ടോക്കിനെ സംബന്ധിച്ചിടത്തോളം ഗൈഡഡ് ടോക്ക് 50, 100, 150, 200, 250 ഒക്കെ ഒരു ഗ്രാൻഡ് പരിപാടിയാണ്. അപ്പം നമ്മുടെ GT 300 പ്രോഗ്രാം വരുന്നത് December 27-നാണ്. അതായത് അടുത്ത വർഷത്തിലേക്ക് ഒരുങ്ങാൻ നമുക്ക് ഏറ്റവും നല്ലത് ഈ ഇവൻറ്റിൽ വരാമെന്നുള്ളതാണ്. അപ്പോൾ GT 300 ഒരു ഗ്രാൻഡ് ഇവൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡേറ്റൊക്കെ മറന്നു പോകാതിരിക്കാൻ ഇപ്പം തന്നെ എഴുതി വെക്കാം മനസ്സിലോ എവിടെയാണോന്ന് വെച്ചാൽ December 27. എല്ലാവരും GT 300 ഉണ്ടാവണം. കാരണം ഇത്രയും ആഴ്ചകൾ നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് സന്തോഷത്തോടെ അല്ലേ സ്നേഹത്തോടു കൂടി പങ്കുവെച്ച പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ സഹായിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് റിസൾട്ടുകളുണ്ട്. അതിൻ്റെ ഒരു പീക്ക് എവല്യൂഷൻ ആയിരിക്കണം നമുക്ക് 300 സംഭവിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഞാൻ GT 300ലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ചാറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. ഇന്നു മുതൽ ഫുൾ ഓണാണ് GT 300ലേക്കുള്ള വർക്ക്സും. അത് മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെ സഹകരണങ്ങളും നമുക്ക് വേണം. ഒരു വലിയ ഇവൻ്റ് ആകുമ്പോൾ അത് ഗ്രാൻഡ് ആക്കി മാറ്റണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ രാവിലെ തുടങ്ങുന്ന മെഡിറ്റേഷൻ്റെ അതേ ഫോർമാറ്റ് നമുക്കൊരു ദിവസം രാവിലെ 9 മണി മുതൽ വൈകിട്ട് ഒരു 5 മണി വരെയൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇതേ Q&A ഒക്കെ ലൈവായിട്ട് അങ്ങനെ മാസമായിട്ട് നടക്കുമ്പോൾ ഒരു ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ അതിലേക്ക് മാക്സിമം ആളുകളെ ഇൻവൈറ്റ് ചെയ്യണം. നിങ്ങളുടെ സാന്നിധ്യം എന്തായാലും അറിയിക്കണം. ഈ കൂട്ടത്തിൽ എത്ര ആൾക്കാരുണ്ടാവും അതാദ്യം നോക്കട്ടെ. ഇവിടെ ഇരുന്ന് കളവ് അറിയരുത്, എല്ലാവരും പൊക്കിയോണ്ട് നല്ല രീതിയിൽ നിൽക്കട്ടാ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവും. ക്യാമറ ഉണ്ടല്ലോ അല്ലേ? ഇതാ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്ചർ എടുത്ത് ചെയ്തേക്കണ്ട്. ഇവരൊക്കെ ഉണ്ടാവും പറയാം. നോക്കട്ടെ ഓൺലൈനിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ വരുന്നുണ്ട് നോക്കട്ടെ. എത്ര പേരുണ്ടായിരിക്കും? അല്ല അതിനനുസരിച്ച് എനിക്ക് ഹോള് ബുക്ക് ചെയ്യാനാണ്. ലാസ്റ്റ് വലിയ ഹോള് ബുക്ക് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരെ ഞാൻ പെടുട്ടോ. ഓക്കെ നൈസ്, ഇത്രയും പേരുണ്ട്. ഇത് എല്ലാത്തിനും സ്ക്രീൻഷോട്ട് എടുത്തോ. നാളെ തന്നെ അവരെ പൊക്കണം, അവരുണ്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയണം. അപ്പോൾ ഏതായാലും മാക്സിമം ആളുകളിലോട് നിങ്ങൾ അറിയിക്കണം GT 300 ഗ്രാൻഡ് ഇവൻറ്റ്. അങ്ങനത്തെ ഒരു ഇവൻറ്റ് കേരളത്തിൽ നടക്കില്ല, കാരണം ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് സംശയമില്ലല്ലോ. സോ വി ക്യാൻ എക്സ്പ്ലോർ ദ പാർട്ട് ഓഫ് ദ എനർജി വൈബ്രേഷൻ ആൻഡ് ഓൾസോ ലൈവ് ഹീലിംഗ്, ലൈവ് ഇൻസ്റ്റലേഷൻസ്, മെഡിറ്റേഷൻസ്, വിസ്ഡംസ്, എവറിത്തിങ്, വൺനെസ്, ഡിവിനിറ്റി സീക്കിംഗ്, എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരിക്കുന്നത് ഒരു ഹോൾ പാക്കേജ് ആയിരിക്കും എന്നുള്ളതാണ്. പാടലും പറയലും ലയിക്കലും മുഴുകലും എല്ലാ പരിപാടികളും ഉണ്ടായിരിക്കും. റൂമിനായിട്ടും ഒക്കെ ഒന്നിച്ച് വന്നാലുള്ളൊരു പരിപാടി പോലെ ആയിരിക്കും എന്നുള്ളതാണ്. എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു ആൽക്കെമിസ്ട്രി, റൂമിനായിട്ട്, GCയുടെ എല്ലാ ലെയേഴ്സും അതിൽ വരും. സീക്കേഴ്സിൻ്റെ ലെയേഴ്സ് എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു വണ്ടർഫുൾ പ്രോഗ്രാം ആയിരിക്കും. സോ അതൊരിക്കലും മിസ് ചെയ്യേണ്ട. ഇപ്പം തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ അടുത്ത വർഷത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത് അത്തരത്തിലൊരു ഗ്യാതറിങ്ങോട് കൂടിയിട്ടാക്കി മാറ്റാൻ എന്നുള്ളതാണ്. എല്ലാവരുടെ പ്രാർത്ഥനകളിലും വിശ്വസിലും ഒക്കെ അത് ഉണ്ടാകാൻ കൂടി ശ്രമിക്കുക എന്നുള്ളതാണ്.
നൈസ്. ഇന്ന് നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റി ടൈം ഓഡിറ്റിംഗ് ആയിരുന്നു അല്ലേ? നമ്മൾ സമയം എങ്ങനെ ചിലവാക്കി എന്നുള്ളത്. ഈ ഗൈഡഡ് കോഡ്സ് തുറന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്ത ഒരു കോട്ട് ഇതാണ്: ഈവൻ ദ മോസ്റ്റ് കോമൺ തിങ്സ് ടേൺ ഔട്ട് ടു ബി ഫാസിനേറ്റിംഗ് വൈൽ യു ആർ ഓൺ എ ഗൈഡഡ് ജേർണി. അല്ലേ? നമ്മളുടെ ലൈഫിൽ ഏറ്റവും സിമ്പിളായിട്ടല്ലേ നമുക്കൊരു വാല്യൂ തോന്നാത്ത, വളരെ കോമൺ ആയിട്ടുള്ള, സാധാരണം എന്ന് തോന്നുന്ന, അതൊക്കെ സർവ്വസാധാരണയല്ലേ, അല്ല എല്ലാം അങ്ങനെയല്ലേ എന്ന് തോന്നുന്ന, വളരെ കോമൺ ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് മാറും നമ്മളൊരു ഗൈഡഡ് ജേർണിയിലാണെങ്കിൽ. 2 ദിവസം മുന്നേ ഉള്ള ഗൈഡഡ് കോഡ് മെമ്പേഴ്സിൻ്റെ മീറ്റപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മളെല്ലാവരും ഒരു സീക്കിംഗ് ജേർണിയിലാണ്, നമ്മളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഇവിടെ വന്ന പലർക്കും നിങ്ങളുടെ ചില വിഷയങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടലോ അതിൻ്റെ ഒരു അന്വേഷണത്തിനായിരിക്കും വന്നിട്ടുണ്ടാവാം. സോ യു ആർ ഇൻ എ ജേർണി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് ഗോളൊന്നുമില്ല, എങ്കിൽ കൂടി എനിക്ക് എന്തോ അറിയേണ്ടതുണ്ട്, അതെന്താ അറിയില്ല, അതും അന്വേഷിച്ചിട്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. സോ നമ്മൾ എല്ലാവരും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്തോ സീക്ക് ചെയ്യാനാണെന്നുള്ള. ഒരു പക്ഷേ ഇതാണ് എന്ന് നമ്മൾ പേര് കൊടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതെന്തോ ഒന്നാണ്, നമുക്കിപ്പോൾ തോന്നും എനിക്ക് ഇതിനൊരു സൊല്യൂഷനാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ നമുക്ക് സൊല്യൂഷൻ വേണം തോന്നുന്ന കാര്യങ്ങളൊക്കെ പതിയെ പതിയെ ഹയർ ആയിട്ടുള്ള ഏതോ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ നയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും സീക്കറാണ്. പക്ഷെ നമ്മൾക്കുള്ളിൽ ഒരു സീക്കിംഗ് മൈൻഡ് ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന പോയിന്റ് മുതലാണ് നമുക്ക് ഗൈഡഡ് ജേർണിയിലേക്കുള്ള ഒരു എൻട്രി കാർഡ് കിട്ടുന്നത്. നമ്മളത് തിരിച്ചറിയണം. വൈ ഐ ആം ഹിയർ. അപ്പോൾ ചിലർ ചോദിക്കും, എനിക്ക് എന്താ വേണ്ടത്, അത് അറിഞ്ഞാലേ ഞാൻ ഇറങ്ങുള്ളൂ. അത് നടക്കില്ല. എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എന്തോ വേണം. അതെന്താണെന്ന് അറിയാണ്ട് നീ എങ്ങനെ അത് അന്വേഷിക്കുക, അതും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്തോ വേണം, ഞാനൊന്ന് പോയി നോക്കട്ടെ. എങ്ങോട്ടാണ് പോകണത് അതും എനിക്കറിയില്ല. ബട്ട് സംവെയർ നമ്മുടെ ഉള്ളിൽ നമ്മളെല്ലാവരും എന്തൊക്കെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയുന്ന പോയിന്റ് മുതൽ നമ്മൾ എന്തിനാണോ ഇങ്ങോട്ട് വന്നത് അതെന്താ എക്സാക്ട്ലി എന്ന് അറിയില്ലെങ്കിൽ കൂടി നമ്മളൊരു ഗൈഡഡ് ജേർണിയിലേക്കായി. അങ്ങനെ ആയി തുടങ്ങുമ്പോഴാണ് മനുഷ്യൻ അവൻ്റെ ക്യൂരിയോസിറ്റി, എന്തൂസിയാസം ഒക്കെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അത് 2 രീതിയിലുണ്ട്. ഗൈഡഡ് ആവുക, ആ ജേർണി ഗൈഡഡ് ആവുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അതെന്താണെന്ന് ആലോചിച്ച് ആകെ ടെൻഷനും സ്ട്രെസ്സൊക്കെ ആയിട്ട് എനിക്കത് മനസ്സിലാവണില്ല, എനിക്കത് കിട്ടുന്നില്ല, എനിക്കെന്താ അത് അറിയാൻ പറ്റാത്തത്, ഇങ്ങനത്തെ ഒരു വെപ്രാളത്തിലേക്കായി കഴിഞ്ഞാൽ ആ ജേർണി വലിയ തലവേദന ഉള്ളതാവും. അതേ സമയത്ത് അതിനൊരു ഗൈഡൻസ് എടുത്തിട്ട് ഒരു ഗൈഡഡ് മോഡിലൂടെ പോകുമ്പോൾ അവിടെ സമാധാനമുണ്ട്, ശാന്തിയുണ്ട്, കാത്തിരിപ്പുണ്ട്. അപ്പം നമ്മൾ എന്ത് പഠിക്കും? അങ്ങനത്തെ ഒരു ജേർണിയാണ് ജീവിതം, അങ്ങനത്തെ ഒരു അന്വേഷണത്തിനാണ് നമ്മളിവിടെ ഒക്കെ വന്നത്. പക്ഷെ അതെങ്ങനെയാണെന്ന് എനിക്ക് വഴി അറിയില്ല, ഗൂഗിൾ മാപ്പ് ഇല്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു ഭാഗത്ത്. വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ ആ ജേർണിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എവിടെയാണ് എത്തേണ്ടത്, എന്തിലേക്കാണ് എത്തേണ്ടതെന്നൊന്നും അറിയില്ലെങ്കിൽ കൂടി ഒരു കാര്യമുണ്ട്, അവരതിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കും. അതായത് ഈ ജേർണി നിനക്ക് ആസ്വദിച്ച് സുഗമമായിട്ട് നിനക്ക് എന്തോ വേണം, എന്താ നിനക്കറിയില്ലെങ്കിൽ കൂടി എന്തോ വേണം എന്നൊരു തോട്ടുണ്ടെങ്കിൽ അതെന്താണോ അതിന് നിന്നെ അറിയാലോ, അത് നിനക്ക് വഴി കാണിച്ചു തരും. അതുകൊണ്ടാണ് അത് നിനക്ക് ഇങ്ങനത്തെ ഒരു ചിന്ത ഇട്ട് തന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിന് നിനക്ക് വഴി കാണിച്ചു തരുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ നീ അറിഞ്ഞിരിക്കേണ്ട, ഈ യാത്രയിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ പഠിക്കലാണ് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് നോട്ട് അബൌട്ട് നിങ്ങൾ ദൈവികതയിൽ ലയിച്ചു ചേർന്നു, അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു കാര്യത്തിന് ഇവിടെ വന്നതെന്ന് മനസ്സിലാക്കുമ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങണം. അപ്പം ഞാൻ എന്തൊക്കെ ബാലപാഠങ്ങൾ പഠിക്കണം? അതിൽപ്പെട്ടതാണ് ഒന്ന്, വെപ്രാളം ഉണ്ടാവരുത്, വെപ്രാളം കൂട്ടി അലമ്പാക്കരുത്, വാശി പാടില്ല, അല്ലേ? അതുപോലെ തന്നെ നിനക്ക് ഒഴുക്കിലായിരിക്കണം. അപ്പം എത്രയും കാത്തിരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം. ഇന്ന് തന്നെ കിട്ടിയിരിക്കാനുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് മനസ്സിനെ എളുപ്പത്തിലാക്കുന്ന, സമാധാനത്തിലാക്കുന്ന, ശാന്തിയിലാക്കുന്ന കുറേ ലേയേഴ്സും ഫ്ലേവേഴ്സും ഉണ്ട്. ഇത് പഠിക്കുക. അതാ നമ്മളിവിടെ കുറേ ആഴ്ചകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കാൻ പഠിക്കുന്നു. കാരണം ഈ യാത്രയിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്തണമെങ്കിൽ, നിങ്ങളുടെ യാത്ര സുഗമമാകണമെങ്കിൽ, അത് ഗൈഡഡ് ആകണമെങ്കിൽ നോ ജഡ്ജ്മെൻറ്റ്, അല്ലേ? ജഡ്ജ് ചെയ്യരുത്. മറ്റൊന്ന്, നിങ്ങൾ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കരുത്. കമ്പാരിസൺസ് പാടില്ല. ഒരവിടെ എത്തിയല്ലോ, ഞാൻ ഇവിടെ അല്ല എത്തിയിട്ടുള്ളൂ, അത് പാടില്ല. ശരിക്ക് ഈ സീക്കിങ്ങിൻ്റെ, ഈ അന്വേഷണത്തിൻ്റെ ചെറിയ ചെറിയ മിനിയേച്ചർ ഫോമുകളാണ് നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കുന്നത്, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ പഠനത്തിൽ സംഭവിക്കുന്നത്. കാരണം പഠനത്തിലും നമ്മൾ എന്തോ അന്വേഷിക്കുന്നുണ്ട്, വലിയ അന്വേഷണത്തിലേക്ക് നയിക്കുന്ന ചെറിയ ഫോമുകളാണത്.
അപ്പോൾ പഠിക്കുന്നോടത്ത് വെച്ചിട്ട് ഓൾക്ക് 10 മാർക്ക്, എനിക്ക് 8 മാർക്കല്ലേ ഉള്ളൂ, എനിക്ക് മാർക്ക് കുറഞ്ഞല്ലോ, കമ്പാരിസൺ വന്നു. അതെന്താ റിഫ്ലക്റ്റ് ചെയ്യണേ? മോനെ, സ്കൂള് ഒരു മിനിയേച്ചറാണ്. നീ സ്കൂളിലൂടെ പഠിക്കണത് എങ്ങനെ ലോകത്തിലേക്ക് ഇറങ്ങണം എന്നാണ് അല്ലേ? വീട് എന്ന് പറഞ്ഞത് സ്കൂളിലേക്ക് പോകാനുള്ള കണക്ഷനാണ്. വീട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ആളുകളുടെ കൂടെ ജീവിച്ചിട്ടാണ് നീ പുറത്തുള്ള കുറേ ആൾക്കാരുടെ കൂടെ സഹവസിക്കാൻ സ്കൂളിലേക്ക് പോകുന്നത്. വിദ്യാലയത്തിൽ നീ പരിശീലിച്ചിട്ടാണ് ഈ ലോകത്തിലേക്ക് നീ പോകുന്നത്. അപ്പോൾ ഇതൊരു മിനിയേച്ചർ ഫോമാണ്. അപ്പോൾ അവിടെ നിൻ്റെ പഠനത്തിൽ നിനക്കൊരു കമ്പാരിസൺ വരാം. അവർക്ക് കൂടുതലാണ്, എനിക്ക് പഠിക്കാൻ പറ്റൂല, ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ തോട്ട് വരുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ രഹസ്യം അറിയുന്ന യാത്രയിലേക്ക് നീ സജ്ജമായിട്ടില്ല. കാരണം ഈ ചിന്ത പഠനത്തിൻ്റെ വിഷയത്തിൽ നിനക്ക് വരുന്നുണ്ടെങ്കിൽ അത് പഠനത്തിൽ മാത്രമല്ല പ്രതിഫലിക്കുക, വേറെ ചിലയിടങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നീ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബിസിനസ് നിൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യത്തിന് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ നീ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മറ്റുള്ളവരായിട്ട് കോമ്പറ്റീഷൻ നിന്നിട്ട് കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, നീ അതിൻ്റെ പേരിൽ നിന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിൻ്റെ ബിസിനസ് സ്പിരിച്വൽ ജേർണി ആയിട്ടില്ല. ബിക്കോസ് ആ ബിസിനസ്സിലും സ്പിരിച്വാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. സ്പിരിച്വാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ നീ നിൻ്റെ കമ്പാരിസൺ, ഈഗോ, കോമ്പറ്റീഷൻ ഒക്കെ എടുത്ത് കളയുമ്പോൾ നീ ബിസിനസ്സിന് മാത്രമല്ല പാകപ്പെടുന്നത്, ഹയർ ജേണിക്കും പാകപ്പെട്ടിരിക്കുകയാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ ഓരോന്നിലും നമ്മൾ ഇടപെടുന്ന ഓരോ കാര്യത്തിലും നമ്മുടെ സീക്കിങ്ങിലേക്കുള്ള ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഗൈഡൻസ് എടുത്തിട്ട് നമ്മൾ ആ സീക്കിങ് നടത്തുമ്പോൾ അതിന് പറഞ്ഞ പേരാണിത് ഗൈഡഡ് ജേണി. അങ്ങനെയാകുമ്പോഴുള്ള ബ്യൂട്ടി എന്താണ്? നമ്മൾ എന്തിനൊക്കെയോ തേടുന്നുണ്ട്, അവിടെ എത്തിയത് അതെന്താണെന്ന് മനസ്സിലാക്കുകയും അവിടെ എത്തുമ്പോഴും മാത്രം നമ്മൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ അവിടെ എത്തില്ല. പിന്നെ നമുക്ക് വേണ്ടത് എന്താ? നിങ്ങളുടെ ആ സീക്കിങ് കോള് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ട് നിങ്ങളൊരു ഗൈഡഡ് ജേണിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ജേണിയുടെ ഓരോ ഘട്ടവും ആസ്വാദ്യകരമായിരിക്കും, ഭയങ്കര ആസ്വാദ്യകരമായിരിക്കും. എനിക്കൊക്കെ എവിടേക്കോ എത്തണം എന്നുണ്ട്, എവിടെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല, എങ്ങോട്ടോ പോകണുണ്ട്. വി നോ ഇറ്റ്സ് എ ഹയർ കോൾ, സോ വി ആർ ഇൻ എ ജേണി, വി നോ ദാറ്റ്. അതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് എൻ്റെ ഉറക്കൊന്നും പോകണില്ല. ബട്ട് ഐ ആം ഫാസിനേറ്റഡ്, ഐ ആം എക്സൈറ്റഡ്, ഐ ആം സർപ്രൈസ്ഡ്. ആ സർപ്രൈസിങ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ GT-ൽ ഇതാ ഈ നിമിഷത്തിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ എനിക്ക് എന്തുണ്ട്? ആ സർപ്രൈസിങ്, ആ വോ ഫാക്ടർ ഉണ്ട്. ഇന്നലത്തെ റൂമി നൈറ്റ് കഴിഞ്ഞപ്പോഴും എനിക്ക് എന്തുണ്ട്? ആ സർപ്രൈസിങ് ഉണ്ട്. 15 തവണ ആ പ്രോഗ്രാം ചെയ്തെങ്കിൽ കൂടി ആ സർപ്രൈസിങ് ഉണ്ട്. രാത്രി 2 മണി കഴിഞ്ഞ് 2:30 അടുത്തിട്ട് ഞാൻ കിടന്നുറങ്ങണേ. ആ ഉറങ്ങുന്ന സമയത്തും രാവിലെ ഇനിയിപ്പോൾ GT കൂടി എണീറ്റ് പോകണ്ടേ, അങ്ങനെയല്ല. ഐ വാസ് സർപ്രൈസ്ഡ് ആൻഡ് എക്സൈറ്റഡ്. ഈ ജേണിയിൽ ഇന്നത്തെ GT-ൽ ഇനി എന്തായിരിക്കും ഓപ്പൺ അപ്പ് ചെയ്ത് വരാൻ പോണത്? സോ വളരെ കോമൺ ആയിട്ടും തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റൂട്ടീൻ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ പോലും നമുക്ക് ആ ഫാസിനേഷൻ, ആ എക്സൈറ്റ്മെൻറ്റ് കിട്ടുക. ആ എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ സ്പിരിച്വാലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വഴിമധ്യേയുള്ള ഒരു തടസ്സം, ഒരു കല്ലെടുത്ത് മാറ്റുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു വഴിയിലുള്ള ഒരു തടസ്സം മാറ്റൽ നന്മയാണ്. ആ നന്മ ബോധത്തോടു കൂടി അതെടുത്ത് മാറ്റുന്നതും അതെടുത്ത് മാറ്റുന്നത് പോലും ആസ്വദിച്ച് മാറ്റാൻ പറ്റുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ആളുകൾക്കിടയിൽ എങ്ങനെ എന്നുള്ളതല്ല, ആരും നിങ്ങളെ നിരീക്ഷിക്കാനില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിലാണ് നിങ്ങൾ ഗൈഡഡ് ആണോ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്. കാരണം അതിലാണ് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് തിരിച്ചറിയുന്നത്. നിങ്ങളുടെ ആസ്വാദന തലം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. സോ ഒരു ഗൈഡഡ് ജേണിയിലേക്ക് എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ഏറ്റവും ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു കാരണവശാലും നമ്മൾക്കൊരു ഗോൾ ഉണ്ടാക്കണതോ വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്യണതോ ഇപ്പോഴത്തത് മൊത്തത്തിൽ എനിക്ക് ബോറടിക്കണ്, ഇപ്പോഴത്തൊക്കെ തീർന്ന് മതിയായിട്ടുണ്ട്, അതെനിക്ക് മടുത്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ പോകുകയാണെങ്കിൽ നിങ്ങൾ അടുത്തത് തിരഞ്ഞെടുക്കുന്ന കാര്യം കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മടുക്കും, തീർച്ചയായിട്ടും മടുക്കും. ഞാനിപ്പോൾ നമ്മളെ ടീമിൻ്റെ ഒരു പ്രോഗ്രാം പറയുകയാണെങ്കിൽ ഗൈഡഡ് ടോക്ക് 278 ഇനി നമുക്ക് മാറ്റി പിടിച്ചൂടെ? ഇപ്പോൾ കുറേ കായില്ലേ, ഇത്രയും ആഴ്ചയിൽ ഈ പരിപാടി തന്നെ ഓടിക്കണം, ഇനി വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് ആലോചിക്കാമായിരുന്നു. അത് വരുന്നില്ല. ദാറ്റ് മീൻസ് അതിലതുണ്ട്. ഞാൻ ആ പറഞ്ഞ സാധനത്തിൻ്റെ ഒരു ലെയർ ഉണ്ട്. ഗൈഡഡ് കോഡ് 65 മാസമായി, 65 മാസം മുടങ്ങാതെ പരിപാടി ചെയ്തു. അടുത്തത് നാളെ തുടങ്ങാം, വേണമെങ്കിൽ പോര്, ഇല്ലാത്തവർ ചേരാത്തവരുണ്ടെങ്കിൽ പോരെന്ന് പറഞ്ഞത്. നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അത് 65 മാസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. ട്രെയിനേഴ്സിൻ്റെ പ്രോഗ്രാം 20 ബാച്ച് ചെയ്ത് കഴിഞ്ഞു, 20 തവണ ആവർത്തിച്ച് കഴിഞ്ഞു. സ്റ്റിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്. അപ്പം ഈ ആവർത്തനം ഒരു വിരസതയില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഈ പറഞ്ഞ പോയിന്റിൽ നിൽക്കുന്നത് കൊണ്ട്, ആ കോമൺ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും
നിങ്ങൾ നിങ്ങളുടെ സമയം ഓഡിറ്റ് ചെയ്തല്ലോ, ഇപ്പോൾ എന്തിനൊക്കെ ചിലവാക്കിയെന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിലർക്ക് ഇപ്പോൾ സേഫ് പറഞ്ഞ പോലെ ഉറക്കം കുറച്ച് കുറവാണ്, അപ്പോൾ ഞാൻ കൂടുതൽ ഉറങ്ങി കളയുന്നില്ല, ഇങ്ങനത്തെ സമാധാനമൊക്കെ കിട്ടിയെങ്കിൽ കൂടി നിങ്ങൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്തു? സേഫ് എന്താ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തതിൽ? വർക്കോ? ഓക്കെ, വെരി ഗുഡ്, നല്ലതാണ്. അധ്വാനിക്കുന്ന ജനത വേണം, പ്രതീക്ഷ ഉണ്ട് ജെൻസിയിൽ എന്ന് പറഞ്ഞ പോലെ. അടുത്ത ചോദ്യം, ആ വർക്ക് ഫുൾ ടൈം ആസ്വദിക്കുക കൂടി ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതിലും നല്ല ആസ്വദിച്ച് ഉറങ്ങണമല്ലോ മോനെ, നല്ല ഭാഗത്താവൂലേ? കഴിഞ്ഞില്ല പരിപാടി, കൂട്ടിയില്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടൈം ഏതിൽ നല്ല കാര്യത്തിൽ നിന്ന് മാത്രം ചിന്തിക്കരുത്. ആ ചെയ്ത കാര്യം നിങ്ങൾ ആസ്വദിക്കുക കൂടി ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് ഫാസിനേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് ഫീൽ ചെയ്യുമ്പോഴാണ് ആക്ച്വലി അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമ്പോഴാണ് നിങ്ങളൊരു ഗൈഡഡ് ജേർണിയിലാണെന്ന് അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്കുള്ളിലെ ഒരു ഹയർ സീക്കിംഗ് മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് ജോബിനെ സമീപിച്ചാൽ, ജോബ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം, പക്ഷെ ആ ജോബിലൂടെ നിങ്ങൾ ആ ഹൈ സീക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്തോ അതിലേക്ക് ഒരു കണക്ടിവിറ്റി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോബ് നമ്മൾ എന്ത് ചെയ്യും? ആസ്വദിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു കണക്ടിവിറ്റി കിട്ടണം. പല ആളുകൾക്കും ഇതെന്തിനാണ് ഞാൻ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ എന്തിനാ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതുകൊണ്ട് ഇപ്പം എന്താ കാര്യമുള്ളത്? ഒരു കാര്യം ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ നിങ്ങൾക്കകത്ത് കാര്യമായിട്ട് എന്തിനോ കുറിച്ചൊരു അന്വേഷണം ഉണ്ടെങ്കിൽ, ആ അന്വേഷണ മനസ്സ് തുറന്നിരിക്കുന്നുണ്ടെങ്കിൽ, വി കോൾ ഇറ്റ് എ സീക്കിംഗ് മൈൻഡ്, അത് തുറന്നിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ഇടവൈകുമ്പോൾ പോലും അകത്ത അന്വേഷിയുടെ മനസ്സുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുക്കിങ്ങിലും നിങ്ങൾക്ക് എന്തൊക്കെയോ വിസ്ഡം കിട്ടും. നിങ്ങൾ ചുട്ട ദോശ ചിലപ്പം കരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം, മനസ്സിലായല്ലേ? സ്വാഭാവികം അല്ലേ? കരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം, പക്ഷെ ആ കരിഞ്ഞ ദോശയിൽ നിങ്ങൾ അന്വേഷിക്കുന്ന എന്തിലേക്കുള്ള ഒരു ഓപ്പൺനെസ് കിട്ടുന്നതാണ്. ജലാലുദ്ദീൻ റൂമിയുടെ ലൈഫിൽ ഈ ഷംസ് തബ്രീസി എന്ന് പറഞ്ഞ ഗുരു വന്നിട്ട് അത്തരത്തിലുള്ള ഒരു ഹയർ സീക്കിങ്ങിൻ്റെ ഫോൾഡർ ഓപ്പൺ ആക്കി കൊടുത്ത്, ആ സിസ്റ്റം ഓണാക്കി കൊടുത്ത്, ഇത് ഓണാക്കി കൊടുത്ത സമയത്ത് അതേ ഇങ്ങനെ ആൾക്കൂട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കൊല്ലൻ്റെ ആല അല്ലേ, അങ്ങനെ തന്നെ അല്ലേ, ബ്ലാക്ക് സ്മിത്ത് അല്ലേ മൂപ്പര്? അങ്ങനെ തന്നെ. അപ്പോൾ ഈ കൊല്ലൻ്റെ ആലയുടെ സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഇരുമ്പ് ഇങ്ങനെ ചുട്ട് പഴിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടിക്കല്ലോ, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ കോമൺ ആയിട്ടുള്ള കാര്യം അല്ലേ? അതിങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഒരു സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ, ഇതിൻ്റെ മുകളിൽ അടിക്കുന്ന ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ടുള്ള വോയിസ്, എല്ലാവരും അത് കേട്ട് വിട്ടു പോകുന്നുണ്ട്. പക്ഷേ ഒരു ഹയർ സീക്കിംഗ് മൈൻഡ് വന്നപ്പോൾ ആ ഓരോ അടിയിലും ജലാലുദ്ദീൻ റൂമിക്ക് ഫീൽ ചെയ്യണത് അദ്ദേഹത്തിൻ്റെ അകത്തേക്ക് ഹൃദയത്തിൽ ആരോ ഒന്ന് അടിക്കുന്നത് പോലെയാണ്. ഹൃദയത്തിൻ്റെ അകത്ത് എന്തോ ഒന്ന് അടിക്കുന്നത് പോലെ ഫീൽ ചെയ്യണേ. അതായത് ഈ ഹൃദയത്തിൻ്റെ അകത്ത് അടിച്ച് പൊട്ടിച്ച് പുറത്തെടുക്കേണ്ട എന്തിലേക്കോ ആരോ പുറത്തുനിന്നും വിളിക്കുന്നത് പോലെ, അകത്തേക്ക് വിളിക്കുന്നത് പോലെ അങ്ങേർക്ക് ഫീൽ ചെയ്യണത്. എല്ലാവരും ആ വോയിസ് കേൾക്കുന്നു, ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പോൾ ആ സെയിം എക്സ്പീരിയൻസ് പലർക്കും കോമൺ ആയിരുന്നു, പക്ഷെ അങ്ങേർക്ക് അതൊരു ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് ആയി മാറാനുള്ള കാരണം അദ്ദേഹം ഒരു ഹയർ ആയിട്ട് എന്തോ സീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ്, ഒരു ഹയർ സീക്കിംഗ് മൈൻഡ് നമ്മളിൽ ഉണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യം പോലും നമുക്ക് എന്തൊക്കെ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് വരും. ആ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ജസ്റ്റ് ലൈക്ക് ഒരു ട്രാൻസിലെത്തിയ പോലെ, ഒരു ഹിപ്നോട്ടൈസ്ഡ് ആയത് പോലെ ആ ശബ്ദം ഇങ്ങനെ എന്തിലേക്കോ ഇൻവൈറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം അദ്ദേഹം ശാന്തനായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അറിയാണ്ട് ആ ശബ്ദത്തിൽ മുഴുകിയിട്ട്, ഹൃദയത്തിൽ ഇങ്ങനെ അടിക്കുന്നത് പോലെ ശബ്ദത്തിൽ ഇങ്ങനെ മുഴുകിയിട്ട് അറിയാണ്ട് അദ്ദേഹം ഇങ്ങനെ അവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങി. ബിക്കോസ് ആ ശബ്ദത്തിന് പോലും അദ്ദേഹം അന്വേഷിക്കുന്ന ദൈവികതയിലേക്ക് മുഴുകുക എന്ന് പറയുന്ന വേളിംഗ് എക്സ്പീരിയൻസിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റി. ദാറ്റ് മീൻസ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങൾക്കും സർവ്വശബ്ദങ്ങൾക്കും എല്ലാത്തിൻ്റെ അകത്തും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും അന്വേഷിക്കുന്ന ട്രൂത്ത് തന്നെയാണ്. നമ്മളുടെ ആ സീക്കിക് മൈൻഡും നമ്മുടെ സറൗണ്ടിങ്സും തമ്മിൽ അലൈൻഡ് ആകുന്ന സമയത്ത് എന്ത് ശബ്ദത്തിനും എന്ത് കോലാഹലങ്ങൾക്കും വളരെ കോമൺ എന്ന് തോന്നുന്ന കാര്യത്തിന് പോലും നിങ്ങളുടെ ഗൈഡാകാൻ പറ്റും. ഇന്നലത്തെ റൂമിനേറ്റിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും നമ്മൾ ആ അന്വേഷിക്കുന്നത് എന്തോ അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇത് റൂമി അന്വേഷിച്ചത് മനസ്സിലാക്കി ഹയർ സീക്കിംഗ് ദ ഡിവിനിറ്റിയുടെ സീക്രട്ട് അറിയണം, അത് അറിയാൻ അവിടെ വന്നെന്ന് റൂമി മനസ്സിലാക്കിയത് കൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കണം നിർബന്ധമല്ല. ചില ശാസ്ത്രജ്ഞന്മാർ അവർ ഡിവിനിറ്റി ഒന്നല്ല അന്വേഷിച്ചത്, പക്ഷെ സാധാരണക്കാരെക്കാളും ഉയർന്ന എന്തോന്ന് അവർ അന്വേഷിക്കുന്നുണ്ടല്ലോ. നമുക്കിതൊക്കെ ഇപ്പം എന്തിനാന്ന് തോന്നുന്ന, എന്നാൽ നമുക്ക് എന്തിനാന്ന് തോന്നിയിട്ട് അവർ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായല്ലോ ശരിക്കും നമുക്കിത് എന്തിനായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തോന്ന് ഹയർ ആയിട്ടുള്ള കാര്യം ഒരു സയൻറ്റിസ്റ്റ് അന്വേഷിക്കുന്നുണ്ട്. ഈ സയൻറ്റിസ്റ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പം ആ അന്വേഷണത്തിലേക്ക് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ സൈഡിലൂടെയുള്ള ഒരു കാറ്റ് വീശിയപ്പോൾ ഒരു തുമ്പി പറഞ്ഞതോ
അത് കണ്ടപ്പോയോ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ചിറകടിക്കുന്നത് കണ്ടപ്പോയോ അല്ലെങ്കിൽ ഉറുമ്പ് അരിച്ചിങ്ങനെ പോണത് കണ്ടപ്പോയോ ഒക്കെ ആയിരിക്കും അവർക്കുള്ളിൽ ആ കോളിനുള്ള അവർ അന്വേഷിക്കുന്നതിനുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടാവാം. ഇഷ്ടം പോലെ സയൻറ്റിസ്റ്റുകളുടെ സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ കോമൺ ആയിട്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നായിരിക്കും അവർക്ക് ഓപ്പണിങ്സ് കിട്ടുന്നത്. ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾക്ക് വളരെ കോമൺ എന്ന് തോന്നുന്ന കാര്യത്തിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ രഹസ്യമുണ്ട്. ആ രഹസ്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു രഹസ്യം വേണ്ടേ? നമുക്കുള്ളിൽ എന്തെങ്കിലും സീക്രട്ടിനോടുള്ള ഒരു അന്വേഷിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ വേണ്ടേ? അതെപ്പോഴാണ് വരാം? നമ്മളൊരു സീക്രട്ടാണെന്ന് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യണം. നമ്മളൊക്കെ, ഞാൻ പറയാറുണ്ട്, നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സീക്രട്ട് ലെറ്റേഴ്സാണ്, കത്തുകളാണ് അല്ലേ? നിങ്ങളെങ്ങോട്ട് വിട്ടിരിക്കണത്? പഠിച്ചവനെ എന്തോ ഒരു കാര്യം ഈ ലോകത്തോട് പറയാനല്ലേ? എന്നെയും നിങ്ങളെ എല്ലാവരെയും വിട്ടിരിക്കണത് എന്തോ ഒരു കാര്യം ഈ ലോകത്തോട് പറയണം. പക്ഷെ എത്ര പേര് ആ കത്ത് പൊട്ടിച്ച് വായിച്ചു എന്നുള്ളതാണ്. ആ കത്ത് പൊട്ടിച്ച് വായിക്കണമെങ്കിൽ റൂമി പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒന്ന് പൊട്ടേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് കീറേണ്ടി വരും. ലെറ്റർ അങ്ങനെയല്ലേ നമ്മളെടുക്കുക, ഒന്ന് കീറേണ്ടി വരും. അതിനാ പറഞ്ഞത് വൂണ്ട് ഈസ് ദ പ്ലേസ് വെർ ദ ലൈറ്റ് എൻറ്റേഴ്സ്. അപ്പോഴായിരിക്കും നമ്മളത് വായിച്ചു തുടങ്ങുക. പലരും അത് വായിക്കുന്നില്ല. ഞാനൊരു സീക്രട്ടാണെന്ന് ആർക്കും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ നമുക്കുള്ളിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടാകുമ്പോഴാണ്, സീക്രട്ട് ഉണ്ട് എന്നുള്ള ഒരു അന്വേഷണത്തിന് ഇറങ്ങുകയാണ് പുറത്തുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ക്യൂരിയോസിറ്റിയോട് കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും കിട്ടാന്നുള്ളതാണ്. വേറെ കുറേ ആൾക്കാരുടെ സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ടിൻ്റെ പ്രത്യേകത എന്താ പറയുക? എനിക്ക് ഒരുപാട് രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളാണ്, നാട്ടുകാരുടെ മൊത്തം. പിന്നെ ബാക്കിയുള്ളവരെ മൈൻഡിലുള്ളത് ഹാക്ക് ചെയ്തെടുക്കുകയും ചെയ്യും. ഞാനാരോടും പറയുന്നില്ല, എന്നോട് പറഞ്ഞോ എന്തോ ഉണ്ട്, ആരുടെയും പറഞ്ഞ ഒരു സമാധാനം. പറ എന്താ അവിടെ ഉണ്ടായേ, അന്ന് എന്ത് സംഭവിച്ചു, എന്നിട്ട് ബാക്കിയുള്ളവരുടെ സീക്രട്ടുകളൊക്കെ ഇങ്ങനെ തോന്നിയെടുക്കണം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ എന്ന സീക്രട്ടിനെ അന്വേഷിക്കണം. എന്താണ് ഞാൻ എന്ന സീക്രട്ട്? ആ അന്വേഷണത്തിലേക്ക് നയിക്കലാണ് നമ്മൾക്ക് എന്തൊക്കെ കർമ്മങ്ങളാണോ നമ്മളെ ഏൽപ്പിച്ചത്. നിങ്ങൾക്കൊരു കുടുംബം തന്നു, യു ഫീൽ ലൈക്ക് എന്താ എന്നെ മാത്രം ഈ കുടുംബത്തിലാക്കിയേ, ദാറ്റ്സ് ടോട്ടലി ഫൈൻ. പക്ഷേ ആ കുടുംബത്തിലാക്കിയതിനപ്പുറത്തേക്ക് നമ്മളെ അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് സീക്രട്ട് കിട്ടും. അതിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും, ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് അത് പൊട്ടിക്കാനും അത് വായിക്കാനും ഉള്ള ജ്ഞാനപരത ഇല്ലെങ്കിൽ, അതിനുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സീക്രട്ട് തുറന്ന് വായിക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ അതിനുള്ള പരിശീലനങ്ങൾ എടുക്കാം. അപ്പോൾ പലപ്പോഴും ജീവിതം ഏറ്റവും ശാപം പിടിച്ചതാണെന്ന് കരുതി വെച്ച, നഷ്ടത്തിലാണെന്ന് കരുതി വെച്ച എത്ര പേരെ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ. ഇവിടെ വന്നിട്ട് നമ്മൾ ജീവിതം ഒന്നുമല്ല പറഞ്ഞത്, ഈ പാരാമീറ്റേഴ്സ് കറക്റ്റ് ചെയ്ത് பார்க்க അവരൊക്കെ റിയലൈസ് ചെയ്തു ഐ ഹാവ് ടു സീക്ക് സംതിങ് ബിയോണ്ട്. അത് സീക്ക് ചെയ്യലാണ്. അത് സീക്ക് ചെയ്യാൻ ഞാൻ അറിഞ്ഞിരിക്കേണ്ട കുറേ ബാലപാഠങ്ങളുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞ കുറേ ലേയേഴ്സുകൾ കറക്റ്റ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിങ്ങനെ വരുമ്പോഴേക്ക് ശാപം പിടിച്ചതായിരുന്നു ജീവിതം എന്ന് ചിന്തിച്ചവരൊക്കെ പിന്നെ പറഞ്ഞു, എൻ്റെ ജീവിതം അല്ലാണ്ട് വേറെ ഏത് ജീവിതമാണ് അനുഗ്രഹം നിറഞ്ഞത്? ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് പിന്നീട് അവർ ജീവിതത്തെ നോക്കിക്കാണാണ്. അത് പോസിറ്റിവിറ്റി കുത്തി നിറയ്ക്കുന്നല്ല. ഞാൻ ആർക്കും പോസിറ്റിവിറ്റി ഇങ്ങനെ വാരി വിതറാറില്ല. സ്വയം ചിന്തിപ്പിക്കും, സ്വയം കണ്ടെത്തിപ്പിക്കും. ആ അന്വേഷണത്തിന്, ആ കണ്ടെത്താനുള്ള, സെൽഫായിട്ട് സീക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പൺനെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഗൈഡഡ് ജേണിയിലായിരിക്കും. നിങ്ങളെല്ലാവരും ഗൈഡഡ് ജേണിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ജേണിയിലായതുകൊണ്ടാണ് ഇത്ര എഫേർട്ട് ഇട്ടിട്ട് നിങ്ങളിവിടെ വന്നിരിക്കുന്നതും ഇത്രയും സമയം ഇവിടെ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഗൈഡഡ് ജേണിയിലല്ലാത്ത ഒരാളുടെ ജീവിതം കോമൺ ലൈഫ് എന്ന് പറയും. നമ്മളെല്ലാവരും പൊതുവെ പറയാം നമ്മളൊക്കെ കോമൺ മാനാന്നാണ്. എന്നാൽ ഞാൻ പറയുന്നു, ഒരു കോമൺ മാന് അൺകോമൺ ആയി തുടങ്ങുന്നത് എല്ലാവർക്കും ഇല്ലാത്ത എന്തൊക്കെയോ സമ്പത്തോ കാര്യങ്ങളോ വരുമ്പോഴോ ഒന്നല്ല. ഒരു കോമൺ മാൻ അൺകോമണും യുണീക്കും ആയി തുടങ്ങുന്നത് അവൻ കോമൺ ആയിരിക്കെ തന്നെ അവൻ്റെ അകത്ത് ദൈവം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന യുണീക്നെസ് കണ്ടെത്തുന്നതിനെ പറ്റിയിട്ട്, അവരിലെ അൺകോമണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ അന്വേഷിക്കാൻ തയ്യാറാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ കോമണും അൺകോമൺ ആണ്. കുറേ എന്തോ നേടിയത് കൊണ്ട്, കുറേ എന്തോ അച്ചീവ് ചെയ്തത് കൊണ്ട് അവർ ഡിഫറെൻ്റ് ആണ്, അവർ അൺകോമൺ ആണ് എന്ന് പറയുന്നത് കോമൺ സെൻസാണ്. എന്നാൽ ഡിവൈൻ ലെൻസിലൂടെയും സെൻസിലൂടെയും നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നേടിയോ ഇല്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളൊരു സീക്രട്ടാണെന്ന്? നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടോ ഈ യൂണിവേഴ്സ് ഒരു സീക്രട്ടാണെന്ന്? ഈ യൂണിവേഴ്സിലൊരു സീക്രട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതാണ് റൂമി പറഞ്ഞത്, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ജീവിക്കാം. റൂമി അതുപോലെ തന്നെ ഐ തിങ്ക് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ജീവിക്കാം. ഒന്ന്, ഒക്കെ കോമണാണ്, ഈ ലോകത്തിൽ പ്രത്യേകിച്ച് ഫാസിനേറ്റ് ചെയ്യാനൊന്നുമില്ല, എവറിത്തിങ് ഈസ് കോമൺ, അതൊക്കെ അത്രയേ ഉള്ളൂ. എല്ലാത്തിനും ഇത്ര നിസ്സാരവൽക്കരിക്കുന്നവരെ കാണുമ്പം വല്ലാത്ത ഖേദം തോന്നാറുണ്ട്. ഒക്കെ സിമ്പിളാണ്, അത് ഇതല്ലേ ഉള്ളൂ, അതങ്ങനെയല്ലേ ഉള്ളൂ. ഞാൻ ഇന്നലെ റൂമി നൈറ്റിൽ പറഞ്ഞത് എന്താണ്,
കുത്തിനെ പറ്റിയാ പഠിച്ചത്. ഡോട്ട് എന്ത് ഡോട്ട്, ഇതിലിപ്പോൾ എന്താ ഉള്ളത്, ഇതിലിപ്പോൾ ഇത് മാത്രം എന്താ ഉള്ളത്? ലോകത്തിൽ എത്ര വലിയ വിഡ്ഢികളാണ് അവരെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് നിസാരവൽക്കരിക്കുകയാണ്. നമ്മൾ വളരെ നിസാരവൽക്കരിച്ച് കളയുന്ന, എഴുതി തള്ളുന്നതിൻ്റെ അകത്താണ് നിങ്ങൾ അല്പന്മാരായി പോകുന്നത്, നിങ്ങൾ വിഡ്ഢികളായി പോകുന്നത്, നിങ്ങൾ നിസാരന്മാരായി പോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ വളരെ നിസാരമെന്ന് തോന്നുന്ന ഒരു കുത്തിൻ്റെ അകത്ത്, ഒരു ഡോട്ടിൻ്റെ അകത്ത്, ഒരു വരയുടെ അകത്ത്, എന്തിലേറെ പറഞ്ഞു ഒരു മൂളലിൻ്റെ അകത്ത് പോലും രഹസ്യമുണ്ട്. നമ്മളത് അന്വേഷിക്കുന്നില്ല. ഇന്നലെ ഞാൻ മൂളലിൻ്റെ ഹമ്മിങ്ങിൻ്റെ പാർട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ സഹറ തോന്നുന്നുണ്ട് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, നമ്മളൊക്കെ പലപ്പോഴും പല സന്ദർഭങ്ങളിലായിട്ട് അറിയാണ്ടൊന്ന് മൂളി പോവാറുണ്ട്. നമ്മൾ ബോധപൂർവം ചെയ്യണതല്ല, പക്ഷേ നമ്മൾക്കകത്തുള്ള ബോധത്തിനറിയാം ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ഒന്ന് മൂളിയാൽ മതിയാവും. നിങ്ങൾ ആരെങ്കിലും ബോധപൂർവം മൂളൽ പഠിച്ചിക്കണോ? ടെൻഷൻ അടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് മൂളിയേക്കണം, സ്ട്രെസ് വരുമ്പോൾ അങ്ങനെ ഒന്ന് മൂളിയേക്കണം. അല്ല, നാച്ചുറലി അത് പ്രകടമാകാനുള്ള ഇൻ്റലിജൻസ് നമുക്കുള്ളിൽ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് നല്ല റിലീഫ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ആരും പഠിപ്പിച്ചിട്ടില്ല വല്ലാണ്ട് സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു ദീർഘശ്വാസം എടുത്തേക്കാം എന്ന് പറയും നമ്മൾ സയൻറ്റിഫിക്കലി. പക്ഷേ ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ഓൾറെഡി നമ്മളൊക്കെ ചെയ്തു പോകാറുണ്ട്. കുറേ ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് ഒരു ഭാഗത്തെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണൊന്ന് പുറത്തേക്ക് വരാം. ഇത് നാച്ചുറലി നമ്മളെ സിസ്റ്റത്തിന് അറിയുമെങ്കിൽ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ്. ദാറ്റ് മീൻസ് ഒരു നിശ്വാസത്തിൽ പോലും, ഒരു ദീർഘശ്വാസത്തിൽ പോലും എന്തൊക്കെയോ നമ്മളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നോക്കാതെ അതൊരു ശ്വാസമല്ലേ, അതൊരു ദീർഘശ്വാസമല്ലേ, എന്താ അപ്പോൾ കണ്ണടച്ച് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് കാര്യം? ഇങ്ങനെ നിസാരവൽക്കരിക്കുകയാണ്. എല്ലാത്തിനും അത്ര നിസാര കണ്ണുകളോട് കൂടി കാണുന്നതിലാണ് നമ്മുടെ പരാജയം. അതാണ് പറയുന്നത്, ഒന്നുകിൽ നിങ്ങൾക്ക് എല്ലാത്തിനും നിസ്സാരമായിട്ട് കാണാം, വളരെ നിസ്സാരമായിട്ട് കാണാം, അല്ലെങ്കിൽ എല്ലാത്തിനും വളരെ കൗതുകത്തോടു കൂടി കാണാം. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കണക്ടിവിറ്റി കിട്ടാത്ത ചിലർക്ക് തോന്നാറുണ്ട്, ഇതിലൊക്കെ ഇപ്പം എന്താ ഉള്ളത്, അതിങ്ങനെ പാക്കിയിട്ട് എന്താ, അതിപ്പോൾ എങ്ങനെ ചെയ്യും, എന്താവാനാന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു നോക്കിയാൽ അനുഭവം കേൾക്കുമ്പോൾ എന്തൊക്കെ ആവും എന്നുള്ള കാര്യം. അപ്പോൾ അവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒന്ന് എല്ലാത്തിനും അല്പത്തോട് കൂടിയിട്ട് എല്ലാത്തിനും നിസ്സാരമാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഭൂമിയിലെ ഒരു മൺതരി എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ സാധാരണ കോമൺ സെൻസിൽ അത് വെറും മൺതരിയാണ്. പക്ഷെ ഒരു മൺതരി ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കിയാൽ അത് ചില്ലറ കാര്യമല്ല. അപ്പം നമ്മൾ നിസ്സാരമായി കണ്ടതിനൊക്കെ നിസ്സാരത്തിനപ്പുറത്തേക്ക് ഫാസിനേറ്റിംഗ് ആയിട്ട് കാണാൻ പറ്റിയ ആളുകളാണ് ഈ പ്രപഞ്ചത്തിന് രഹസ്യം കണ്ടെത്തിയത്. ശാസ്ത്രജ്ഞർ അങ്ങനെ തന്നെ നമ്മൾ നിസ്സാരമാക്കി വിട്ടതിന് അവർ നിസ്സാരമാക്കാതെ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങാണ്. അപ്പം അതിൻ്റെ അകത്തൊരു നിസ്സാരം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യത്തിൻ്റെ അകത്ത് ഒരു സാരാംശമുണ്ട്, അതിൻ്റെ അകത്തൊരു സാരമുണ്ട്, അതിൻ്റെ അകത്തൊരു അർത്ഥമുണ്ട്. അതിലേക്ക് ടച്ച് ചെയ്യണം നമ്മൾ. അപ്പോഴാണ് ചെറിയ കാര്യത്തിന് പോലും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ പറ്റും. ഇന്നലെ ഞാൻ റൂമിനേറ്റിലാകെ ഡോട്ട്, മൂളൽ, അക്ഷരം, ശബ്ദം ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശബ്ദങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ? നമുക്ക് വളരെ നിസ്സാരം. നമ്മളിങ്ങനെ എത്ര ശബ്ദങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്സാരം എന്ന് പോലും വളരെ നമ്മുടെ ശബ്ദം ഉപയോഗിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ എഴുതി തള്ളുന്നതിൻ്റെ അകത്ത് നമുക്ക് ചില ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സീക്രട്ടുകൾ മനസ്സിലാക്കി തുടങ്ങും. അപ്പോഴാണ് ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫ് ഒരു ഗൈഡഡ് ജേണിയിൽ എത്തുന്നു എന്നുള്ള കാര്യം. ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിലെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താം. വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഹിയർ ഈസ് സിംപ്ലി, അത്തരത്തിലുള്ള പലതും നിസ്സാരമാക്കി പോയെടുത്തുനിന്നും പരിഹാരമില്ല, അല്ലെങ്കിൽ നിസ്സാരമാക്കിയ, അല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യണത്, ഒന്നുകിൽ ഒന്നിനും കൊള്ളാത്തത്, അത് നിസ്സാരം സിമ്പിൾ, അതല്ലെങ്കിൽ എന്താ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, അതിനൊരു പരിഹാരമില്ല, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇത് രണ്ടും അപകടം. ഇതിൻ്റെ ഇടയിലൊരു പോയിന്റ് ഉണ്ട്, കൗതുകം. നിങ്ങൾക്ക് എപ്പോഴാണോ കൗതുകത്തോട് കൂടിയിട്ട് നോക്കാൻ പറ്റുക, എന്തൂസിയാസത്തോട് കൂടി നോക്കാൻ പറ്റുക, ഫാസിനേഷനോട് കൂടി നോക്കാൻ പറ്റുക, അപ്പോൾ മാത്രമേ അതിൻ്റെ അകത്തുള്ള രഹസ്യവും അതിൻ്റെ അകത്തുള്ള പരിഹാരവും നമുക്ക് കണ്ടെത്താൻ പറ്റൂ. ഒന്നെങ്കിൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂട്ടാത്ത വലിയ പ്രശ്നം, അത് ആലോചിച്ച് നോക്കിയേ, പക്ഷെ തമ്പുരാനെ പറയല്ലേ, അല്ലെങ്കിലും അതൊക്കെ എന്ത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് നിങ്ങൾ ഓഡിറ്റ് ചെയ്ത് നോക്കിയാൽ ഈ രണ്ടെണ്ണമാണ് കൂടുതൽ ആളുകൾക്ക്. ഇതിൻ്റെ ഇടയിൽ കൗതുകത്തിന് സമയമില്ല, ഫാസിനേറ്റഡ് ആവാൻ സമയമില്ല. അവിടെ ഞാൻ പറഞ്ഞത് ദ ഇമ്പോർട്ടൻസ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ദ സ്പിരിച്വൽ ഇൻ്റലിജൻസ്. സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉള്ള, സ്പിരിച്വൽ അവയർനെസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഘട്ടങ്ങളിലും ഒന്നിനും കൊള്ളാത്ത സിമ്പിൾ എന്ന് തോന്നുന്നതിനെയും അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൗതുകം മനസ്സിലാക്കിയിട്ട് കൗതുകത്തോടു കൂടി നോക്കാൻ പറ്റുന്ന അവസ്ഥ വലിയ കാര്യമല്ലേ? അവർ വെയിറ്റ് ചെയ്യല്ലേ വലിയ കാര്യം എന്തോ വരട്ടെ എന്നിട്ട് സന്തോഷിക്കുക, അല്ല, സിമ്പിൾ കാര്യങ്ങളിൽ പോലും ആസ്വദിക്കാൻ പറ്റുന്നു. അതുമാത്രമല്ല, ഏറ്റവും വലിയ പ്രശ്നം സിമ്പിളൊന്നല്ല, അത് ഹ്യൂജ് റിസ്ക്കാ എന്ന് തോന്നുന്ന കാര്യത്തെയും ഇതേപോലെ തന്നെ കൗതുകത്തോട് കൂടിയിട്ട്
നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്ന അവസ്ഥ. ഈ രണ്ടിലും ആ ഒരു അവസ്ഥ നമുക്ക് പ്രാപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ യു ആർ ഇൻ എ ഗൈഡഡ് ജേണി. എന്നാൽ എവിടേക്കോ ഇത് വർക്കാവുന്നുണ്ടായിരിക്കാം. അറ്റ് ദ മിനിമം GTയിൽ ഇരിക്കുമ്പോഴെങ്കിലും GT കഴിഞ്ഞിട്ടുള്ള ഒരു 2 ദിവസമെങ്കിലും അത് വർക്കാവുന്നുണ്ടെങ്കിൽ യു ആർ ഏബിൾ ടു ആക്സസ് ഇറ്റ്. പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആക്കാൻ കുറച്ച് കിട്ടുമ്പോഴേക്ക് ആൾക്കാർക്ക് ആയി എന്ന് പറഞ്ഞ് ഓടിപ്പോവും. അവിടെ പ്രശ്നം. സഹവസിക്കാൻ ആരും തയ്യാറല്ല. ചില കാര്യങ്ങൾ നമ്മളിൽ സ്ഥായി ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ അതിനോടൊപ്പം ഇരിക്കണം. പലപ്പോഴും പറയാനുണ്ട്, ചില ഡോക്ടേഴ്സ് ഇത്ര ദിവസത്തേക്ക് മെഡിസിൻ എഴുതുന്നത് ആ മെഡിസിൻ 2 ദിവസം കഴിച്ചാൽ തന്നെ മാറും. അതിനർത്ഥം പോയി എന്നല്ല. അത് ഇത്ര കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് അത് പരിപൂർണതയിൽ എത്താന്നല്ല. എന്നാൽ നമ്മൾ പലപ്പോഴും കഴിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഡോക്ടേഴ്സ് ഇവരില്ലാത്തവരാലോ. അപ്പോൾ വൈ ദേ ആർ പ്രിസ്ക്രൈബിങ് ദാറ്റ്? അത് അത്ര സമയം വേണമെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രത്യക്ഷത്തിൽ നിന്നും മാറുക എന്നുള്ളതല്ല. പ്രത്യക്ഷത്തിൽ നിന്നും മറഞ്ഞതാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ അത് സഹവാസം കൊണ്ട് അതിനെ സ്ഥായിയാക്കി കളയുന്ന സമയത്ത് ഞാനീ പറഞ്ഞ നിസ്സാരമായതിനുള്ള ഫാസിനേഷൻ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. വലിയ പ്രശ്നങ്ങളെയും കൗതുകത്തോടു കൂടി നോക്കാൻ പറ്റും. ഇതാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തെ വളരെ സില്ലി ആയിട്ട് കാണാം, ഒന്നുമല്ല, ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഏറ്റവും വലിയ കൗതുകത്തോടു കൂടി നിങ്ങൾക്ക് അതിനെ നോക്കിക്കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൗതുക ഭാവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ലൈഫ് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും എന്നുള്ളതാണ്. വളരെ എന്താ പറയുക, നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും. ഈ ആസ്വാദനം വരുന്നതിലൂടെ മാത്രമേ നിങ്ങളിപ്പോൾ എത്ര ചെറിയ പരിമിതമാക്കപ്പെട്ട സാഹചര്യത്തിലാണെങ്കിലും അതിനേക്കാൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതമായിട്ടുള്ള ഓപ്പണിംഗ് നിങ്ങൾക്ക് തുറന്നിട്ടാണ്. നിസാരമെന്ന് തോന്നുന്ന കോമൺ ആയിട്ട് കിടക്കുന്ന സാധനത്തിൻ്റെ അകത്തുള്ള ഫാസിനേഷൻ കണ്ടെത്താതെ നിങ്ങൾ വലിയ സാധനത്തിൻ്റെ പിറകെ പോയാൽ ഈ അടുത്ത കാലത്തും നിങ്ങൾ എവിടെ എത്തൂല. ബിക്കോസ് യു ആർ അൺഗ്രേറ്റ്ഫുൾ. വളരെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ അടുത്തേക്ക് വരുന്നവർ പല ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരായിരിക്കാം. ഞാൻ ആരെ നോക്കുന്നത് ഒരു കൗതുകത്തിലായിരിക്കും. വെൻ ഐ ലുക്ക് അറ്റ് ദം ഇൻ ദാറ്റ് ക്യൂരിയോസിറ്റി, ഓർക്കും ആ ക്യൂരിയോസിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ അവർക്കും ഫീൽ ചെയ്യും അവരിൽ എന്തോ ഉണ്ട് എന്ന്. ദേ സ്റ്റാർട്ട് ബിലീവിങ് ഇൻ ദംസെൽഫ്. ബിക്കോസ് നമ്മളിൽ വിശ്വസിക്കാതിരിക്കുമ്പോഴും ഗൈഡ് നമ്മളിൽ എന്തോ കാണുന്നു. അത് അപ്പോൾ അവർക്ക് തോന്നുക വി ആർ വാല്യുബിൾ. അത് ഗൈഡ് കാണേണ്ട ആവശ്യമില്ല, ഒരു ഉമ്മ കണ്ടാൽ മതി. പക്ഷേ എന്നും കണ്ടുകൊണ്ടിരിക്കണം, നീയല്ലേ എനിക്കറിയാം, എൻ്റെ കുട്ടിയല്ലേ ബെസ്റ്റ്, ഇതാണ് എല്ലാവരും പറയുക. കാരണം ഇതിലൊരു കൗതുകമില്ല, ഞാൻ കുറേ കണ്ടതല്ലെന്ന് പറഞ്ഞാൽ എഴുതി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണോ ആ കണ്ണുകൊണ്ട് നോക്കുന്നത്, ആ കണ്ണുകൊണ്ടൊരു നോട്ടം വരുമ്പോഴേക്ക് ആളുകൾ സ്റ്റാർട്ട് ബിലീവിങ് ഇൻ ദംസെൽഫ്. എത്ര കോച്ചസ് ഇവിടെ ഇരിക്കുന്നു, ഒരിക്കലും അവരിൽ വിശ്വസിക്കാതെ നമ്മളെ കൊണ്ടൊക്കെ കൂട്ടിയാൽ കൂടില്ല എന്ന് കരുതിയിരിക്കുന്ന എത്ര കോച്ചസിന് എനിക്കറിയാം എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ അത്ഭുതം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും എന്ന് പറയാം ഇതെന്താ സംഭവം മനസ്സിലാണില്ല, ഫുൾ അജബാണല്ലോ, ഫുൾ അത്ഭുതമാണല്ലോ, ഇന്നലെ പാടി പോലെ അത്ഭുതം കണ്ടെന്ന് പറഞ്ഞ പോലെ അത്ഭുതമാണല്ലോ. ഒറ്റ കാര്യം ഉണ്ടായിട്ടുള്ളൂ, അവരിൽ വിശ്വസിക്കാതിരുന്നപ്പം അവരെ കൗതുകത്തോടു കൂടി നമ്മൾ നിസ്സാരന്മാരാണ് ഗൈഡെന്ന് ചിന്തിച്ചപ്പം നമ്മൾ അവരെ നോക്കിയത് എങ്ങനെയാണ്, നിങ്ങൾ നിസ്സാരക്കാരല്ല, നിങ്ങൾക്കൊരു ജീവൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവൻ നൽകിയവനുണ്ടെങ്കിൽ, നിങ്ങളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു രഹസ്യമാണ്. എനിക്കറിയില്ല എന്ത് രഹസ്യമാണ്, പക്ഷെ ഞാൻ ആ രഹസ്യം അറിയാനുള്ള കൗതുകത്തിലാണ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കരുത്. ആ നോട്ടവും നിങ്ങളുടെ നോട്ടവും ഒന്നിക്കുമ്പോൾ നിങ്ങളും കണ്ടെത്തും നിങ്ങളിൽ അത്ഭുതം. അപ്പോൾ ലൈഫ് നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങും. ഏത് പോയിന്റിലാണോ എന്നിലും എന്തൊക്കെയുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടാണത്, അപ്പോഴാണ് നമുക്ക് ഒരു ഇഷ്ടമില്ലാണ്ട് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മൾ പിന്നെ ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും. വി നീഡ് ടു ഫീൽ അവർ സെൽഫ് ലൈക്ക് ദർ ഈസ് സംതിങ്. അതൊരിക്കലും എന്താകരുത്, ഫേക്ക് മോട്ടിവേഷൻ വെച്ചുകൊണ്ട് എല്ലാവരും സംഭവമാണ് എല്ലാവരും ചെയ്തുകൂടും, അങ്ങനെയല്ല. റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കണം. ഞാനിവിടെ പലത് ഇക്വേഷൻ വെച്ച് പ്രൂവ് ചെയ്യണ പോലെ പറയല്, എക്സ് ഫാക്ടർ ആയിട്ട് വെക്കൂ, അതിങ്ങനെ കുറച്ച് സ്റ്റെപ്പിലൂടെ എങ്ങനെ പോകുമ്പം നമ്മൾ തന്നെ നമ്മളിൽ ഇന്നേ വരെ വിറ്റ്നസ് ചെയ്യാത്ത പലതും ഇങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ട് വരും. അപ്പോൾ വിൽ ബി ലൈക്ക് ഇതെന്താ സംഭവിക്കുന്നത്, ഇത് ഞാൻ തന്നെയാണോ, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഞാനൊന്നിങ്ങനെ ആകുമ്പോഴേക്ക് എൻ്റെ ചുറ്റിലൊക്കെ മാറോ. പലരും ചിന്തിച്ചത് എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത്, ഒന്നുമല്ലാത്തത്, ഒരു വിലയില്ലാത്തത് ഞാനാണെന്ന് ചിന്തിച്ച കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിലാണ് അവർ ഗൈഡഡ് കോഡിലൂടെ ഒക്കെ പോയപ്പോൾ മനസ്സിലാണത് എനിക്കും ഇവിടെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല രൂപയാണ്. എൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഒരു ഷിഫ്റ്റ് ഇങ്ങനെ വരുത്തുമ്പം എൻ്റെ പരിസരം പോലും ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പം ഞാനും വാല്യൂഡാണ്, എന്നിലും എന്തൊക്കെയോ ഉണ്ട്, എല്ലാവരിലും അതുണ്ട്. ഇത് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ദേ ഫീൽ ലൈക്ക് യെസ് ലൈഫ് ഈസ് ഫാസിനേറ്റിംഗ്. ഞാനും ഒരു സീക്രട്ട് തന്നെയാണ്, ഞാൻ എന്ന സീക്രട്ടും കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇതാണ് ലോകത്തിന് ആവശ്യം. അപ്പോൾ ഗൈഡഡ് ജേണിയിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിനല്ലാലോ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യത്തിനല്ലാലോ, ഒന്നിലല്ല, നിങ്ങളുടെ കാര്യത്തിനല്ലേ. നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യത്തിനല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളെന്ന ഒരു കാമ്പുള്ള കാര്യമുണ്ട്, നിങ്ങളെന്നൊരു കാമ്പുള്ള കാര്യം, ആ കാര്യത്തിലാണ് ദൈവത്തിൻ്റെ സ്വകാര്യം.
ആ സ്വകാര്യത കണ്ടെത്താനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വകാര്യം, സീക്രട്ട് എന്ന വാക്കിൻ്റെ മലയാളം സ്വകാര്യം എന്നാണ് നമ്മൾ പറയുക. സ്വകാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യമാണ്, ആരാൻ്റെ കാര്യമല്ല. മനസ്സിലായില്ലേ? നിങ്ങൾ സ്വകാര്യം എന്ന് പറഞ്ഞാൽ ആരാൻ്റെ കാര്യം മൊത്തം തപ്പിപ്പോണോണ്ടാണ് പ്രശ്നം. നിങ്ങൾ സ്വകാര്യം തേടി നടക്കുകയാണെങ്കിൽ സ്വകാര്യം നിങ്ങളുടെ അകത്താണ്, നിങ്ങളൊരു സ്വകാര്യമാണ്, നിങ്ങളൊരു സീക്രട്ടാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് വെറുതെ പറയുക മാത്രമല്ല, വ്യക്തമായ രീതിയിൽ സറണ്ടറൻസോട് കൂടി അത് പിന്തുടർന്നവർക്ക് അത് അനുഭവിക്കാനും പറ്റുന്നുണ്ട്. സോ ആ പോയിന്റ് മുതലാണ് ഗൈഡഡ് ജേർണി അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുമാണ്. സോ ഒന്ന് വെറുതെ നിങ്ങൾ ഇന്ന് ഓഡിറ്റ് ചെയ്ത ലിസ്റ്റ് എടുത്തിട്ട് അടുത്ത നോക്കേണ്ടത് എന്താണ്, കഴിഞ്ഞ ഈ എഴുതി വെച്ച ലിസ്റ്റുകളിൽ എത്ര മൊമെൻറ്റുകളാണ്, എത്ര മിനിറ്റുകളാണ്, ഏതൊക്കെ സമയങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ കൗതുക ഭാവത്തോടു കൂടി ജീവിച്ചത്. വലിയ പ്രശ്നമായിരിക്കും മുന്നിലിരിക്കണേ. ഒന്നുകിൽ നിങ്ങൾക്ക് പഠിച്ച തമ്പുരാനെ വല്ലാത്തൊരു പ്രോബ്ലം ആണല്ലോ, ഇതൊക്കെ എന്താവാൻ പോണത് എന്ന രൂപേണ ഡൗട്ട് ചെയ്തിരിക്കാം. ഡൗട്ട് വരാതിരിക്കുന്നില്ലേ, വന്നോട്ടെ. പക്ഷെ അതേ സമയത്ത് തന്നെ ഇതെങ്ങനെയായിരിക്കാം ഇനി സോൾവ് ആവുന്നത്, ഞാൻ വളരെ ക്യൂരിയസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പലരും വിജയിച്ച് മുന്നേറുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടിക്കാലത്തിലേക്ക് പോവുക. നിങ്ങളെ ചുറ്റിലുള്ള എല്ലാവരും നടക്കുന്നു, ഓടുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു സ്വന്തം ഇഷ്ടപ്രകാരം. ഇതൊരു കുഞ്ഞായിരിക്കും നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ അപമാനം അതാണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നിയിരുന്നു അതൊരു അപമാനമാണ്. നിങ്ങളെന്താ ചെയ്തേ, ഞാൻ മാത്രം ഒരു കുറച്ചിലുള്ള ആൾ നടക്കാൻ പറ്റാത്ത, അതുകൊണ്ട് ഞാനില്ല, ഞാൻ ക്വിറ്റ് അടിക്കുക, ഞാൻ എക്സിറ്റ് അടിക്കാൻ വേണ്ടി പോകല്ലേ ചെയ്തേ. നമ്മൾ അങ്ങനെയല്ല നോക്കിയത്. നിങ്ങൾക്ക് ഇപ്പോഴുള്ള എന്തൊക്കെ ചലഞ്ചുകളുണ്ടോ ആ ചലഞ്ചുകളൊക്കെ കവച്ച് വെക്കണ ഏറ്റവും വലിയ അപമാനമായിരുന്നു നിങ്ങൾ അനുഭവിച്ചത്. എന്ത്, എല്ലാവരും നടക്കുന്നു, നിങ്ങൾ മാത്രം നടക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ ഇരിക്കുക. എല്ലാവരും ഓടുന്നു, നടക്കുന്നു. അവിടെ നിങ്ങൾ എന്ത് ചെയ്തില്ല, അവർ ഓടുന്നു, ഇവരിയ്ക്കുന്നു, എനിക്ക് പറ്റില്ലല്ലോ എന്നല്ല, യു ആർ ട്രൈങ്. ബിക്കോസ് നിങ്ങൾ ക്യൂരിയസ് ആയിരുന്നു ഇവരെങ്ങനെയാണ് നടക്കുന്നത്. ഒരു കുട്ടിയുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ കണ്ണിലൂടെ നോക്കിയിട്ടുണ്ടോ? ഈ കുട്ടി ക്യൂരിയസ്, അവൻ എണീക്കുന്നു, വീഴുന്നു, ആളുകൾ ചിരിക്കുന്നു, കളിയാക്കുന്നു, അവൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് അവന് അല്ലേ, ആ ക്യൂട്ട്നെസ് കണ്ട് മനസ്സിലാക്കി ചിരിക്കുന്നു, കളിയാക്കി ചിരിക്കുന്നു, എല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിൽ കൂടി അവൻ അതൊന്നുമല്ല നോക്കണത്. അവൻ അതിനേക്കാളും വലിയ ക്യൂരിയസ് ആണ്, എനിക്കൊന്ന് എണീറ്റ് നിൽക്കണം. അവൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്യൂരിയോസിറ്റി നിലനിർത്തിയിട്ടുള്ള, ഫാസിനേഷൻ നിലനിർത്തിയിട്ടുള്ള ഒരു ട്രൈയിങ് സംഭവിക്കുമ്പോൾ ആരൊക്കെ ഓടി ആരൊക്കെ നടന്നു, ഇനി ഞാനും കൂടിയല്ലേ ഉള്ളൂ, അങ്ങനെയൊന്നും കുട്ടി ആലോചിച്ചിട്ടില്ല. ഇതിനേക്കാളും വലിയൊരു പരീക്ഷണം, ഇതിനേക്കാളും വലിയൊരു ചലഞ്ച് നമുക്ക് ജീവിതത്തിൽ വേറെ വരാനില്ല. കാരണം സൈക്കിൾ പഠിക്കുമ്പോൾ പോലും ബാലൻസ് തരാൻ ഒരാളുണ്ട്. എന്നാൽ എണീറ്റ് നടക്കാന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ പിടിച്ചു നടത്താനൊക്കെ ആളുകളുണ്ടെങ്കിൽ കൂടി അതിനൊക്കെ ഇത് നമ്മൾ പോലും അറിയാത്ത നമ്മളിലെ വിൽ പവർ. ദാറ്റ് മീൻസ് ഇപ്പം നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ അന്ന് നിങ്ങൾക്ക് അറിയൂല നിങ്ങൾ എന്താന്ന് പോലും. നിങ്ങൾ ഏത് മൊമെന്റിൽ എണീറ്റ് നടന്നാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ ആ സമയത്ത് എനിക്ക് എണീക്കണം എന്നുള്ള വാശി പിടിച്ച മനസ്സോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ പോലും അറിയാത്ത നിങ്ങൾ, അതിലാണ് നിങ്ങളുടെ വിൽ പവർ കിടക്കുന്നത്, നിങ്ങളുടെ ഫാസിനേറ്റ് ചെയ്യുന്ന എലമെന്റ് കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് എന്തുണ്ട്, എനിക്ക് കുറച്ച് എന്നെ പറ്റി അറിയാം, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തം. എനിക്കറിയില്ല, എന്നെ മോശമാവില്ലേ, ഞാനിതല്ലേ, എന്തുകൊണ്ട് നമുക്കൊരു ബോധം വന്നു. ആ ബോധത്തിൽ നമുക്ക് കുറേ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട് നമ്മളെ പറ്റിയിട്ട്. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതൊന്നും ഇല്ലാത്ത സമയത്ത്, ബോധമില്ലാത്ത സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയത്. നിങ്ങൾ അക്ഷരങ്ങൾ പഠിച്ചത്, നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചത്, നിങ്ങൾ സംസാരിക്കാൻ പഠിച്ചത്. ഇന്ന് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് നിങ്ങളെ ചൈനക്കാരെ ഇടയിലിട്ടാൽ ചിലപ്പോൾ ഓടിപ്പോവും. എന്നെ കൊണ്ടാവില്ല, അത് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് പോരും. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ ചൈനക്കാരുടെ ഇടയിൽ പെട്ടതുപോലെ തന്നെയായിരുന്നു മലയാളികളുടെ ഇടയിലേക്ക് ജനിച്ചു വീണു. അപ്പോൾ എല്ലാവരും മലയാളം പറയുന്നു. നിങ്ങൾ ഓടിപ്പോയില്ല, നിങ്ങൾ അവിടെ ഇരുന്നു. എന്നാൽ ഇന്നാണ് ലാംഗ്വേജ് പഠിക്കാൻ ഏറ്റവും നല്ലത് ഇൻവോൾവ് ആൻഡ് ഇവോൾവ് എന്നാണല്ലോ ഗൈഡഡ് പോളിസി. അതുകൊണ്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യാം എന്ന് കരുതിയിട്ട് കുറച്ച് ഇംഗ്ലീഷുകാരുടെ ഇടയിൽ ഇട്ടാൽ തന്നെ സംഭവമൊക്കെ ഓക്കെയാണ്. പിന്നെ എടുക്കച്ച് നമ്മൾ സലീം കുമാറാവും, ഇതൊക്കെ പിടിച്ച് ഇതാവും. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല നമ്മളാണ്. ദാറ്റ് മീൻസ് കൗതുകം, ക്യൂരിയോസിറ്റി. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഓൾറെഡി ഇന്നർ ചൈൽഡിൻ്റെ പാർട്ട് പറഞ്ഞതാണ് കുട്ടിയുടെ ഗുണങ്ങളെ പറ്റിയിട്ട്. ഗൈഡഡ് ജേണിയിലേക്ക് എത്തുമ്പോൾ, കണക്റ്റഡ്നെസ്സിലേക്ക് എത്തുമ്പം ആ ഒരു ഈസിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ, ഞാൻ വീണ്ടും പറഞ്ഞു, എണീറ്റ് നടന്ന നിങ്ങളറിയാതെ നിങ്ങൾക്കുള്ളിലുള്ള പവർ, ഏറ്റവും ടഫസ്റ്റ് എക്സാം നിങ്ങൾ ഓൾറെഡി പാസ്സായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയണത് എന്നെ കൊണ്ടാവില്ല. നിങ്ങൾ എവിടേക്കോ നിങ്ങളെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ, മറ്റുള്ളവരുടെ സ്വകാര്യതയിലൂടെ, നിങ്ങളെ മറ്റുള്ളവർ ഓതിത്തന്ന സ്വകാര്യം വെച്ചിട്ട് അവരുടെ കണ്ണിലൂടെ, അവരുടെ കാര്യത്തിലൂടെ നിങ്ങൾക്ക് ചൊല്ലിത്തന്ന ഒരു നിങ്ങളുടെ ഉള്ളിൽ കിടക്കണോണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ എല്ലാം കോമൺ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറും, നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന രക്ഷിതാക്കളും, നിങ്ങളോട് ഇടപഴകുന്ന കൂട്ടുകാർ എല്ലാവരും ആ കൗതുകം നിലനിർത്തി തന്നെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെ എത്തുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ. നിങ്ങൾ പരാജയങ്ങൾ എങ്ങനെ നോക്കിക്കാണുമായിരുന്നു, നിങ്ങൾ അപഹാസങ്ങൾ എങ്ങനെ നോക്കിക്കാണുമായിരുന്നു. നിങ്ങൾ തുടർച്ചയായിട്ട് സഹവസിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ട്, ആ കൂട്ടുകാരൻ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് ട്രോളും,
എല്ലാവരും ട്രോളിങ് കൊണ്ടിരിക്കുമ്പോൾ അവൻ അതിനേക്കാളും ഉഷാറായിട്ട് എന്നെ ട്രോളാൻ ഒരു തെണ്ടിയുടെ ആവശ്യമില്ല, ഞാൻ തന്നെ എന്നെ വേണ്ടോളം ട്രോളിക്കോളാൻ പറഞ്ഞിരിക്കുന്ന കോലത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനുള്ള ഗട്ട്സാ കിട്ടുക? കൊള്ളാലേ. അവൻ്റെ കൂടെ നടന്ന് നമ്മളെന്തായിരിക്കും, ട്രോളിക്കോ, എത്ര വേണമെങ്കിൽ ട്രോളിക്കാൻ, ഇപ്പം എന്താ ഇങ്ങനെയൊക്കെയാണ് ചപ്പാത്തിൻ്റെ കളി. എന്ത് ചപ്പാത്തിയാണത്? എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ, അടുത്ത പ്രാവശ്യം ഒന്നുകൂടി നോക്കാം, അത്രയേ ഉള്ളൂ. ആ സമയത്ത് ആൾക്കാരെ മുന്നിൽ വെച്ച് എൻ്റെ ചപ്പാത്തിയെ പറ്റി പറഞ്ഞു എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ആരെ കൂടെ സഹവസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ കൗതുകമില്ലാത്ത കണ്ണുകൾക്കിടയിൽ, അല്ലെങ്കിൽ ഫാസിനേഷൻ ഫീൽ ചെയ്യാത്ത ആരുടെ കണ്ണിലാണ് ആ കുഞ്ഞിൻ്റെ കൗതുകം ഊർന്ന കണ്ണ് നിറഞ്ഞിരിക്കുന്നത്, ഏത് ഹൃദയത്തിലാണോ അവിടെ ആ ദൈവികതയുള്ളത്, അവിടെ നിങ്ങൾ ഈ പറഞ്ഞ സ്പിരിച്വൽ അവയർനെസ്, സ്പിരിച്വൽ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. അപ്പം അത് തിരിച്ചു പിടിച്ചാൽ, അതിലേക്ക് നിങ്ങൾ തിരിച്ചു നടന്നാൽ നിങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്ത് ആയിരിക്കും. പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ദൈവത്തിൻ്റെ സാമീപ്യമുള്ള ആളുകളെ പറ്റി പറഞ്ഞത് അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അവർക്ക് എന്താണ്, ഈ കൗതുകമാണ് ബാക്കി, വേറെ ഒന്നുമല്ല. അതാണ് ഈ പറഞ്ഞ കോട്ട്, ഗൈഡഡ് കോട്ട്സിൽ പറഞ്ഞ എന്തും നിങ്ങളുടെ മോസ്റ്റ് കോമൺ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ പോലും വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് മാറുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ബോർ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, യു ഫീൽ ബോർഡം ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര പെയിൻ, ഭയങ്കര ചലഞ്ച് ഫീൽ ചെയ്തുകൊണ്ടിരിക്കണേ, ഒന്ന് ഞാൻ ഈ പറഞ്ഞ രൂപേണ കണ്ണൊന്ന് മാറ്റി നോക്കിയേ. ആ ചലഞ്ച് എങ്ങാനും നിങ്ങളെന്ന നടക്കാൻ വേണ്ടി പരിശീലിക്കുന്ന, നടക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനാണ് ഇട്ട് കൊടുത്തതെങ്കിൽ മൂപ്പരത് എങ്ങനെ ആക്കി തരായിരുന്നു? മൂപ്പരത് കൈകാര്യം ചെയ്ത് തരായിരുന്നു. നമ്മൾ ആ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നില്ല, ആ ഫാസിനേറ്റഡ് സ്റ്റേറ്റ്, സ്പിരിച്വൽ ഗൈഡൻസ് ഉള്ള ആ സ്റ്റേറ്റിന് നമ്മളെ ഏൽപ്പിക്കുന്നില്ല. നമ്മൾ ബുദ്ധിജീവിയായ നമ്മളെ ഏൽപ്പിക്കണം. ഞാൻ ലോകം കുറേ കണ്ടതാണ്, എൻ്റെ അനുഭവം വെച്ച് ഞാനും നോക്കട്ടെ. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശാപം. അനുഭവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു സ്റ്റേറ്റ് ഉണ്ട്. അത് പലതിനെയും നിസ്സാരവൽക്കരിക്കാനും അല്ലെങ്കിൽ ഭയങ്കര സംഭവമാക്കാനുമാണ് നമ്മൾ നോക്കുന്നത്. ഒന്നെങ്കിൽ സാരമാക്കാൻ അല്ലെങ്കിൽ നിസ്സാരമാക്കാൻ. ഇത് നമ്മൾ പരിശ്രമിച്ചുകൊണ്ട്, ഇതിൻ്റെ ഇടയിലൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലാണ് ഗൈഡഡ് ജേണിയുടെ സീക്രട്ട് മുഴുവനും ഒളിഞ്ഞു കിടക്കണം എന്നുള്ളതാണ്. സോ ഇന്ന് നിങ്ങൾ ചെയ്ത ഓഡിറ്റിംഗ്, അല്ലേ, ചെയ്തു വെച്ച ഓഡിറ്റിങ്ങിൽ അടുത്ത സ്റ്റെപ്പ് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഏറ്റവും വേർത്തിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു എന്ന് തോന്നുന്ന കാര്യവും അതുപോലെ തന്നെ വേർത്തിയർ അല്ല എന്ന് തോന്നി, രണ്ടുണ്ടാവല്ലോ ഓഡിറ്റ് ചെയ്തപ്പം. ഇതിൽ നിരാശപ്പെട്ടിരിക്കാതെ, അല്ലെങ്കിൽ ഇത് ഞാൻ കുറേ അങ്ങനെ എടുക്കാതെ, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇതിലേതൊക്കെ എനിക്ക് ഫാസിനേറ്റിംഗ് ആയിരുന്നു എന്ന് ചിന്തിക്കാം. അങ്ങനെയാണ് നമ്മൾ സമയത്തെ കണക്കേണ്ടത്. അതായത് ഈ ഫാസിനേറ്റിംഗ് മൊമെൻ്റ് ഉള്ളത് ആക്ച്വലി ഞാൻ പറയാം, നിങ്ങൾ ഇബാദത്തിൽ, അമലിൽ, ആരാധനയിൽ എന്ന് പറയാം. ആ ഫീലിംഗ് ഉള്ളത് നിങ്ങൾ അതൊരു ആരാധന പോലെ ചെയ്ത കാര്യങ്ങളാണ്. ദാറ്റ് മീൻസ് യു ആർ ലിവിങ് ഇൻ ഇറ്റ്. ഡൂയിങ്ങും ലിവിങ്ങും രണ്ടാണ്. ഞാൻ GT എടുത്തുകൊണ്ടിരിക്കുമ്പോൾ GT എന്നുള്ള സെഷൻ, ഐ എം നോട്ട് ഡൂയിങ് ദ സെഷൻ, ഐ എം നോട്ട് ഡെലിവറിങ് ദ സെഷൻ, ഐ എം ലിവിങ് ദ സെഷൻ. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. റൂമിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ ആം ലിവിങ് ഇൻ ദാറ്റ്. അപ്പോൾ എനിക്കത് പിന്നീട് ആലോചിക്കുന്ന സമയത്ത് മോസ്റ്റ് ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. നമ്മൾ ജീവിച്ചു എന്ന് തോന്നുന്ന കാര്യത്തിലൊക്കെ നമ്മളൊരു അത്ഭുതം ബാക്കിയാക്കിയിട്ടുണ്ടായിരിക്കും. ഒരു അൺഡിഫൈനബിൾ ക്വാളിറ്റി ഓഫ് ദ ഡിവൈൻ നമ്മളവിടെ മാറ്റിയിട്ടുണ്ടായിരിക്കും. വി കനോട്ട് ഡിഫൈൻ ദാറ്റ്. എന്നടാ എന്താണ് പണ്ട് വെച്ചിരിക്കുക, എന്താ അതിന് പറയുക, അതിനൊരു ഡയലോഗില്ലേ തമിഴിൽ, എനിക്ക് വലിയ പിടുത്തമില്ല, എന്താ ചെയ്ത് വെച്ചിരിക്കണത്, ആ സാധനം. ഇതേപോലെ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയാക്കും നമ്മളതിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പം അങ്ങനെ ചെയ്തെടുക്കാന്നല്ല. അപ്പം ചില ആൾക്കാർ വീട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അതിലവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കതിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലായിരിക്കും. നമ്മൾ ആ ചെയ്ത ആളെ അന്വേഷിക്കും, മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് സ്മരിക്കും. ആരാ ഇത്ര രസമായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചത്, ആരാ ഇത്ര രസമായിട്ട് ഇത് കുക്ക് ചെയ്ത് വെച്ചത്, ആരാ എത്ര രസമായിട്ട് ഇത് എഴുതി വെച്ചത്, ആരാ എത്ര രസമായിട്ട് ഇത് സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ അതുണ്ടായിരിക്കും, അതിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജീവിക്കാതെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ കയറിയിരിക്കുമ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഒരേപോലെ പറയും പോവാൻ തോന്നണില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് 3-4 ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ടീമിലുള്ളവരും ടീമിലില്ലാതെ പുറത്തുനിന്ന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. വന്നവരൊക്കെ പോകാൻ നേരത്താണ് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. കാരണം എന്താ, ഇവിടെ ജീവനുണ്ട്. കാരണം നമ്മളിവിടെ കയറിയിട്ട് ജീവിക്കുക. ഇവിടെ വരുന്ന മെൻറ്റേഴ്സോ ഞാൻ ആരും തന്നെ ചടപ്പാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കില്ല. വൈകുന്നേരം 5 മണിയാകുമ്പോൾ വീട്ടിൽ പോയി എങ്ങനെയെങ്കിൽ ടൈം ആയാൽ മതിയായിരുന്നു, സ്കൂൾ ഇട്ടാൽ പോകണം എന്നുള്ള പോലത്തിൽ. അങ്ങനെ ഇല്ല. ബിക്കോസ് വി ആർ ലിവിങ് ഹിയർ, വി ആർ ഡൂയിങ് വാട്ട് വി ലവ് എന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ മാക്സിമം സമയം ജീവിക്കുന്നത് കൊണ്ട് ഇവിടെ ഉള്ളവർക്ക് ഇവിടെ എത്തുമ്പോൾ ഒരു ജീവൻ ഫീൽ ചെയ്യും. നിങ്ങളിരുന്ന മുറി, നിങ്ങൾ സഞ്ചരിച്ച വാഹനം, അതിലൊക്കെ ശരിക്കും നിങ്ങൾ ജീവിക്കുകയാണോ ചെയ്തത് അല്ലെങ്കിൽ ജീവച്ഛവമായിരിക്കുകയാണോ ചെയ്തത് നിങ്ങൾ എന്നൊന്ന് ഓഡിറ്റ് ചെയ്താൽ മതി. അതിലൊക്കെ നിങ്ങളുടെ ഊർജ്ജം ബാക്കിയാവുന്നുണ്ട്. നിങ്ങളൊരു സാധനം ബാക്കി വെച്ച് പോകുന്നുണ്ട്, എനർജി, അല്ലേ? അവിടെ നിങ്ങളൊരു ഓർമ്മ, ഒരു സ്മരണ അവിടെ ഇട്ട് പോയിട്ടുണ്ടെന്നല്ല. സോ ജീവിക്കുമ്പോൾ
ദൈവികതയിൽ അല്ലെങ്കിൽ ആ ഹയർ സീക്കിങ്ങിലാണ് നിങ്ങൾ എല്ലാത്തിലും ജീവിക്കുന്നത്. അതില്ലെങ്കിൽ ജീവൻ അർത്ഥമില്ല. ഇങ്ങനെ ജീവിക്കാൻ എന്ത് രസമാണെന്ന് അറിയോ? ഞാനും മെൻറ്റേഴ്സൊക്കെ നമ്മൾ കുട്ടികളെ എപ്പോഴും ഇന്നലെ രാത്രി ഇരുന്നപ്പോൾ നമ്മൾ വിളിക്കണേ നമ്മൾ ജീവിക്കുക. ശരിക്ക് നമുക്ക് ഒരിക്കലും സമയം വേസ്റ്റായി എന്ന് തോന്നിയിട്ടേ ഇല്ല. എത്രയോ ബോണസ് കിട്ടിയ പോലെയാണ്, എത്ര ജന്മങ്ങൾ എടുത്താലും കിട്ടാത്ത സുഹൃതം കിട്ടിയതുപോലെയാണ് ജീവിക്കാൻ പറ്റാന്നുള്ളത്. അതെല്ലാ വലിയ മണിമാളികകൾ ഉണ്ടാവുക, എല്ലാ സംഭവങ്ങളും ഉണ്ടാവുക എന്നുള്ളതല്ല. ഓരോ മൊമെൻറ്റും ആസ്വദിക്കാൻ പറ്റി, ഓരോ മൊമെൻറ്റും മീനിങ് ഫുള്ളായി, ഓരോ മൊമെൻറ്റിലും എന്തൊക്കെയോ നമ്മൾ ബാക്കിയാക്കി, ഏതൊക്കെയോ ഹൃദയങ്ങളെ തൊടാൻ പറ്റി, ഏതൊക്കെയോ ഹൃദയങ്ങളെ ഉണർത്താൻ പറ്റി, ജീവിപ്പിക്കാൻ പറ്റി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ജീവിച്ച മൊമെൻറ്റുകൾ ഏതാണെന്ന് കൂടി ഒന്ന് ഓഡിറ്റാണ് നിങ്ങൾ. നല്ല കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്തത് നല്ല കാര്യമായിരിക്കാം, പക്ഷെ ആ കാര്യത്തിൽ നിങ്ങൾ ജീവിച്ചിരുന്നോ? അതാണ് കാര്യം. ഇവിടാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ IQ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഒരു കാര്യം നന്നായിട്ട് ചെയ്യാനുള്ള അറിവ് തരും. ഇൻ്റലിജൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ അതിന് റൈറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അങ്ങനെ റൈറ്റായിട്ട് പലതും എക്സിക്യൂട്ട് ചെയ്ത് ഒരുപാട് പേരുടെ അപ്രീസിയേഷൻ കിട്ടിയ ഗ്രേറ്റ് ആയിട്ടുള്ള എക്സിക്യൂഷനേഴ്സ് ഉണ്ട്, നമുക്കറിയാം. പക്ഷേ അതങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവർക്ക് അവരുടെ ജീവിതത്തിൽ കാര്യമായിട്ടൊന്നും കിട്ടിയതുപോലെ ഫീലിംഗ് ഇല്ല. അവർ പറഞ്ഞു ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തത്, അല്ലാണ്ട് വേറൊന്നുമല്ല, എനിക്കിത്ര അപ്രീസിയേഷൻ ഒന്നും വേണ്ട, ഞാൻ എൻ്റെ ജോലി ചെയ്തെന്നുള്ളൂ. കാരണം അവർക്കത് കേവലം ജോലിയായിരുന്നു, കേവലം തൊഴിലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് അതിലേക്ക് കുറച്ചുകൂടി EQ കടന്നു വന്നാലോ, ഇമോഷണൽ ക്വോഷ്യൻ്റ്, അത് കടന്നു വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന സ്ട്രെസ്സുകളും ബാക്കിയുള്ളതൊക്കെ ഒന്നുകൂടി ബാലൻസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ പറ്റും, ഇൻറ്റേർണലി കുറച്ചുകൂടി സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. എന്നാലും അതിനർത്ഥം അവരതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നല്ല. അതിൽ സ്പിരിച്വൽ ഇൻ്റലിജൻസ് വരുമ്പോഴാണ് അവർ ആ ചെയ്ത കാര്യം ശരിക്കും അവർ ജീവിക്കായിരുന്നു. ഇവർ ലിവിങ് ഇൻ ദാറ്റ്. അത് വരലാണ് ആക്ച്വലി നമ്മുടെ ഇവിടെ ജീവിക്കുന്നതിന് അർത്ഥം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ വലിയ എന്തൊക്കെ ഒന്നും തേടി പോകണ്ട. ഞാനീ പറഞ്ഞ കുറച്ച് ഇക്വേഷൻസ് കറക്റ്റ് ചെയ്താൽ മതി. യു ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ്, യു ക്യാൻ ലിവ് ദാറ്റ്. അങ്ങനെ ജീവിച്ച് തുടങ്ങുമ്പോൾ തുറക്കാത്ത വാതിലുകൾ തുറക്കും. പുതിയ 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 മേഖലകൾ, പുതിയ 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 ആളുകൾ, പുതിയ പുതിയ അനുഭവങ്ങൾ, പുതിയ പുതിയ അവസരങ്ങൾ ഇങ്ങനെ കയറി വരും. അടുത്ത 2 വർഷം കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലിരിക്കാൻ എത്രയോ പുതിയ ആൾക്കാർ വരുന്നുള്ള കാര്യം ഉറപ്പല്ലേ? നമ്മൾ പുതിയ ആൾക്കാരെ വീട്ടിലേക്ക് പോകണോ ബാഗും തൂക്കിയിട്ട്? അല്ല, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരവിച്ച ഹൃദയങ്ങൾ, ജീവൻ അന്വേഷിക്കുന്ന, ജീവന് വേണ്ടി ദാഹിക്കുന്ന, ജീവിക്കണമെന്ന് ദാഹിക്കുന്നവരെന്തെയും താനെ ഇങ്ങനെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അൺനോൺ അൺസീൻ ഫോഴ്സ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതാണല്ലോ ലൈക്ക് അട്രാക്ട് ലൈക്കും ലൈറ്റ് അട്രാക്ട് ലൈറ്റും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കും? ഇവിടെ എത്തിച്ചേർന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് എപ്പോഴും ഒരു കൗതുകമായിരിക്കും. എല്ലാവരുടെ മുഖത്തും ഞാനത് വായിക്കുന്നത്, എങ്ങനെ ഇവിടെ എത്തി, അതൊരു കൗതുകമാണ്. അത് തന്നെ പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാസിനേറ്റിംഗ്. എത്തിയത് തന്നെ ഒരു ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. വെൽക്കം ഓഫർ എന്നൊക്കെ പറഞ്ഞ പോലെ വരവ് തന്നെ ഒരു ഫാസിനേറ്റിംഗ് ആകുമ്പോൾ അതിലുണ്ട് ദിസ് ഈസ് ഗോണ മേക്ക് യു ഫാസിനേറ്റ്. ഈവൻ സ്മോൾ കോമൺ ആയിട്ടുള്ള കാര്യം പോലും നമ്മളെ ഫാസിനേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. സോ ഇങ്ങനത്തെ ഒരു മെസ്സേജ് കൂടി നമുക്ക് ലോകത്തിന് കൊടുക്കണം. ഇങ്ങനെയും നമുക്ക് ജീവിക്കാൻ പറ്റും, നമുക്ക് കാണിച്ചു കൊടുക്കണം, നമുക്ക് അനുഭവിപ്പിച്ചു കൊടുക്കണം. അതൊരാൾക്ക് മാത്രമല്ല, ഒരു കൂട്ടം ആളുകൾക്ക് പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുമ്പം ലോകത്തിന് മുന്നിൽ നല്ലൊരു ഉദ്യാനം നമ്മളിങ്ങനെ കാഴ്ചവെക്കാണ്. ഞാനും നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തർക്കും, ആദ്യം വന്നവരെ കഥല്ലാട്ടോ പറഞ്ഞത്, തുടർച്ചയായിരിക്കുന്നവരുടെ പറഞ്ഞത്, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ വ്യത്യാസങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള പൂക്കളെ പോലെയാണ്. ആ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഫാസിനേറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും, സന്തോഷത്തിലായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും, കൗതുക ഭാവത്തോടു കൂടി ഇരിക്കാൻ വേണ്ടി പറ്റും. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും പ്രശ്നത്തിനപ്പുറത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള അത്ഭുതം കാണാൻ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ പുറത്ത് വരാൻ പോണത്, അതെത്ര രസകരമായിട്ടായിരിക്കും ആ ഗെയിം, അത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി വേണം. പക്ഷെ പലപ്പോഴും ആളുകൾ ആ കോമൺ സെൻസിലേക്ക് വൈദ്യുതി വീഴുമ്പോൾ ഞാൻ കാണാറുണ്ട്, ഇത്രയും അത്ഭുതത്തോട് കൗതുകത്തോടു കൂടി കണ്ട കാര്യം തന്നെ വീണ്ടും ഒന്ന് മറന്നു വീണിട്ട്, അതാ പൈശാചികത, ഒന്ന് മറന്നു വീണിട്ട് വീണ്ടും കുറേ സംശയങ്ങൾ, വീണ്ടും കുറേ ഭയങ്ങൾ പിടിപ്പെടും, വീണ്ടും പരാതികൾ വന്നുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ വീണ്ടും ആ സ്പിരിച്വൽ ഇൻ്റലിജൻസ് സ്റ്റേറ്റിൽ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കുള്ളിൽ നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ, നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യു വോണ്ട് ഗെറ്റ് ദാറ്റ്. ഇഫ് യു ഫീൽ ലൈക്ക് ഫാസിനേറ്റിംഗ്, ഇതെന്തൊരു മെഷീനാണ്, ഇതിൻ്റെ സ്വിച്ച് എവിടെയാണ്, ഇതിന് എവിടുന്നാണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതൊരു ഫാസിനേഷനോടുകൂടി ഇപ്പോൾ ഇത് മിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹാർട്ട് ബീറ്റിൽ മാത്രമല്ലത്,
നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്ന ആന്തരികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കോടാനുകോടി പ്രവർത്തനങ്ങൾ, ഈ കോടാനുകോടി പ്രവർത്തനങ്ങൾ മുഴുവനും ഒരു ഫാസിനേറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ആർ ഇൻ എ ഗൈഡഡ് ജേർണി, യു ഹാവ് എ ഹയർ കോൾ, യു മെറ്റ് ദാറ്റ്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ പുറത്തെന്തോ വലിയ മാന്ത്രികത, ഇപ്പോൾ അതാ വായൊന്നും കയ്യിൽ സാധനം എടുക്കുന്ന പറഞ്ഞ പോലെ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാ, നിങ്ങൾ വിഡ്ഢികളാ. അങ്ങനെയുള്ളവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അവൻ തന്നെ ഒരു രഹസ്യമായി, അവൻ തന്നെ ഒരു ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് കാണാൻ പറ്റാതെ, അവൻ മനുഷ്യനായി എന്നത് തന്നെ ഒരു ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് കാണാൻ പറ്റാത്ത, അതിലെ ഫാസിനേഷൻ കണ്ടെത്താൻ പറ്റാണ്ട് വേറെ എന്തൊക്കെ സൂപ്പർ നാച്ചുറലിസ്റ്റിക്, സൂപ്പർ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോൾ ഞാനൊന്ന് അത്ഭുതം കാണട്ടെ എന്ന് കണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെട്ടത്. എല്ലാ ഗുരുക്കന്മാരുടെയും ദൗത്യം ദൈവത്തെ അറിയിച്ചു കൊടുക്കുക എന്നല്ല. അതിനു വേണ്ടിയിട്ട് എല്ലാ ഗുരുക്കന്മാരും എന്താ ചെയ്തത്? അവനവനെ അറിയിച്ചു കൊടുക്കുക ചെയ്തത്. നിനക്ക് ദൈവം എന്ന അത്ഭുതത്തെ ദർശിക്കണോ, നീ നിന്നെ ദർശിക്കുക, നീ നിന്നെ അനുഭവിക്കുക, നീ നിന്നെ കാണാം. അപ്പോഴാണ് അടുത്ത ചോദ്യം, നിങ്ങളൊക്കെ കാണേണ്ട പോലെ നിങ്ങളെ കണ്ടിട്ടുണ്ടോ? കാണേണ്ട പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കണ്ണിനെ പോലും നിങ്ങൾ കണ്ടിട്ടില്ല. നിസാരമായ കണ്ണ്, കാണുമ്പോൾ നിസാരമായ കണ്ണ്, പക്ഷെ ചിന്തിച്ചാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ രസകരമായിട്ടുള്ള ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസുകളാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നത്? അപ്പോൾ നമുക്കുള്ളിൽ ഒരു അത്ഭുതം വരും എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ച സാധ്യമാക്കുന്ന ഈ കണ്ണ് എന്തൊക്കെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, ഈ കണ്ണിന് എത്ര മനോഹാരിതയുണ്ട്, ഈ കണ്ണ് എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ക്യാമറയുടെ ലെൻസിലൂടെ നോക്കുന്നതിനേക്കാളും രസകരമായിട്ട് പലതിനെയും കാണാൻ പറ്റുന്നു. കണ്ണ് മാത്രമല്ല, കാഴ്ച മാത്രമല്ല, കാഴ്ചയും കണ്ണും ഉപയോഗിച്ച് വെളിച്ചവും ചേർന്ന് കാണുന്ന കാര്യങ്ങളെ സാധാരണക്കാർ കാണുന്നതിനേക്കാളും മനോഹരമായിട്ട് കാണിച്ചു തരുന്ന ഒരു ഹൃദയം കൂടി ചേരുമ്പോൾ വല്ലാത്ത പ്രവർത്തനമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടില്ലേ? അവിടെയാണ് ദൈവം തമ്പുരാൻ ചോദിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കണില്ലേ? നിങ്ങളുടെ ഹൃദയം പൂട്ടി വെച്ചിരിക്കുക. നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെ കണ്ണുണ്ട്, നിങ്ങൾക്ക് കാഴ്ചയുണ്ട്, വെളിച്ചം നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുന്നുണ്ട്. എങ്കിൽ കൂടി അതിൻ്റെ ഫാസിനേഷൻ കിട്ടണമെങ്കിൽ, അതിൻ്റെ മനോഹാരിത കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം കൂടി ചേർത്ത് വെക്കണം. കാരണം ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത്, അപ്പോൾ ദൈവികത ഇരിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കണ്ണുകൂടി ചേരും, ഹൃദയം ചേരുമ്പോൾ അപ്പോഴാണ് വിലയില്ലാത്തത് എന്ന് തോന്നുന്നതിനൊക്കെ നിങ്ങൾക്ക് അഗാധമായിട്ടുള്ള ആഴത്തിലുള്ള മൂല്യം കണ്ടെത്താൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ കണ്ടെത്തുന്ന അവസ്ഥയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ഹൃദയം അതിലേക്ക് വന്ന് ചേരാതിടത്തോളം കണ്ണിൻ്റെയും കാതിൻ്റെയും പേനയുടെയും വിരലിൻ്റെയും പേപ്പറിൻ്റെയും പുസ്തകത്തിൻ്റെയും കേവലം കാര്യം മാത്രമായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ എഴുതാന്നുള്ളത്. അതൊരു ആറ്റിറ്റ്യൂഡും ഒരു ഹാബിറ്റും മാത്രമായിട്ട് മാറും. അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ ഭാവം വരുന്നത് ഹൃദയം ചേരുമ്പോഴാണ്. ഹൃദയം അങ്ങ് തുറന്നിരിക്കുമ്പോൾ വരുന്നൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് നിങ്ങൾ പ്ലാൻ ചെയ്ത് എഴുതുന്നതല്ല, നാച്ചുറലി വരുന്നതാണ്. ഹൃദയം അങ്ങ് തുറന്നിരിക്കുമ്പോൾ വരുന്ന കവിതകളെ പോലെ, ഹൃദയം അങ്ങ് തുറന്നിരിക്കുമ്പോൾ വരുന്ന അനുഭൂതി പോലെ, ഹൃദയം അങ്ങ് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു രസകരമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് ആൽക്കമി ഉള്ളതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടാണ് റൂമി പറഞ്ഞത് ഫോളോ യുവർ ഹാർട്ട്. ഫോളോ യുവർ ഹാർട്ട്, യുവർ ഹാർട്ട് നോസ് ദ വേ, റൺ ഇൻ ദാറ്റ് ഡിറക്ഷൻ എന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ ചിലരെന്നോട് ചോദിക്കാറുണ്ട്, ഈ ഹാർട്ടും മൈൻഡും രണ്ടുണ്ടാവല്ലോ, ഇതിനെങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം? ഒക്കെ ഹൃദയം പറഞ്ഞത് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂലല്ലോ. അതിനെപ്പറ്റി 2 ചീട്ട് ഞാൻ ഇൻറ്റ്യൂഷൻ ബേസ് ചെയ്ത് ചെയ്തിരിക്കണം. അത് കാണുക, പഴയതാ. അത് കണ്ടാൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് ഏതാണ് റൈറ്റ് ഹാർട്ടും അതുപോലെ തന്നെ മറ്റത് മൈൻഡ്, നമ്മളെ ഫേക്കായിട്ട് ഇല്യൂഷനോട് കൂടിയിട്ട് വരുന്ന തോട്ട്സ് എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹൃദയം അങ്ങ് ചേരുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് പ്ലാൻ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ പഠനത്തിന് നിങ്ങളുടെ സ്കെഡ്യൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം, ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊരു ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് ആയി മാറണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും മുകളിലത് പോകണ്ടേ. നിങ്ങളുടെ പിടുത്തം വിടാം, നിങ്ങളൊരു പിടുത്തം വിട്ടു. കാരണം ഞാൻ ഇത്ര ഉദ്ദേശിച്ചുള്ളൂ, പക്ഷെ അതിൻ്റെ മുകളിലേക്ക് അത് പോകണ്ടേ. ഇത് ഇങ്ങനെയായോ? പലരും നമ്മുടെ റൂമിനേറ്റിൽ ആ വേളിംഗ് ദോവിഷിനെ വരയ്ക്കാനുള്ളൊരു സെഗ്മെൻറ്റ് കൊടുത്തപ്പം വരച്ച് വന്നപ്പോൾ ഓരെന്നെ അത്ഭുതപ്പെട്ട്. കാരണം എന്താ, അവിടെ ഹൃദയം കൂടി നമ്മൾ തുറന്ന് വെപ്പിച്ചിരിക്കണം എല്ലാവരെ കൊണ്ടും. വന്നപ്പോൾ വരച്ചവർ പോലും എനിക്കിങ്ങനെ പറ്റുമോ, എനിക്കിങ്ങനെ കഴിയുമോ, ഞാൻ തന്നെയാണോ ഈ വരച്ചത്, ഞാൻ തന്നെയാണോ ഈ എഴുതത്? ദേ സ്റ്റാർട്ടഡ് ബിക്കമിങ് ഫാസിനേറ്റഡ് അബൌട്ട് ദംസെൽഫ്. അപ്പിയർ നമ്മൾ പണ്ടേക്ക് കേട്ടോണ്ടിരുന്ന നിങ്ങളറിയാത്ത നിങ്ങൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതവിടെ പൊട്ടൻഷ്യലായിട്ട് എല്ലാവരുടെ ഉള്ളിലും നത്തിങ്നെസ് എന്ന സ്റ്റേറ്റ് ഇങ്ങനെ പൊട്ടൻഷ്യലായിട്ട് കിടക്കുന്നുണ്ട്. ഇന്നലത്തെ റൂമി നൈറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള അവസ്ഥ ഒന്നുമില്ലാത്ത അവസ്ഥ. ശൂന്യതയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ശൂന്യതക്കകത്ത് എന്താ ഉള്ളത്? ഹൈ പൊട്ടൻഷ്യൽ, എന്തുമാകാനുള്ള നമ്മളെല്ലാവരുടെ ഉള്ളിലുണ്ട്. എനിക്കൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥ ശൂന്യമാണെങ്കിൽ ശൂന്യതക്കകത്ത് എന്തും സംഭവിക്കാനുള്ള വിസ്ഫോടനത്തിന് തയ്യാറായി കിടക്കുന്ന ഒരു പൊട്ടൻഷ്യൽ കിടക്കുന്നുണ്ട്.
ആ പൊട്ടൻഷ്യലിനെ തുറന്നു വിടണം. ചില സമയത്ത് നമ്മളെ ഹൃദയത്തെ ഇങ്ങനെ തുറന്നു വെച്ച് ചേർത്ത് വെച്ചിരിക്കുമ്പോഴേക്കും ആ പൊട്ടൻഷ്യൽ അങ്ങ് തുറന്നിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പലതും കടന്നു വരാന്നുള്ളത്. ഈ പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസ് ചെയ്തവരൊക്കെ തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾക്കുള്ളിൽ ആ ഫാസിനേറ്റിംഗ് പൊട്ടൻഷ്യൽ ഓൺ ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആകും. ഉറപ്പായിട്ടും നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആകും, ഒരു സംശയമില്ല. ഞാനൊരു ആർട്ടിസ്റ്റ് ആണോ ചോദിച്ചാൽ ഞാനൊരു കലാകാരനല്ല, പക്ഷേ വിസ്ഡം ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഒരു കാര്യത്തെ അവതരിപ്പിക്കുമ്പോൾ, ഒരു കാര്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായിട്ട് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് ആർട്ട്. ഒരു ടീച്ചർ ബയോളജി പഠിപ്പിക്കുമ്പോഴും കുട്ടിക്ക് ആസ്വദിച്ച് പഠിക്കാൻ പറ്റുന്ന ടീച്ചർ ബയോളജി പഠിപ്പിക്കുന്ന ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി ആളുകൾക്കത് രുചിയോടുകൂടി ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, ആ കുക്കൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആർട്ട് എന്തായാലും വന്നിരിക്കും. ആർട്ടിനെ പറ്റിയിട്ട് ഞാൻ മുന്നേ ഒരു GT ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഈ രൂപേണ നിങ്ങൾക്കുള്ളിൽ ആ ഹൃദയതലം അതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ, അതിലേക്ക് പ്ലഗ് ഇൻ ആയി കഴിഞ്ഞാൽ എല്ലാത്തിനും ബ്യൂട്ടി വരും. ഹൃദയം ചേരാതെ കാതുകൊണ്ട് കേട്ടാൽ നമ്മൾ പൈശാചികത കേട്ടതുപോലെയാണ്. ഹൃദയം ചേർന്ന് കേൾക്കുകയാണെങ്കിൽ നിങ്ങളെപ്പറ്റി കുറ്റമാണ് ആളുകൾ പറയുന്നതെങ്കിൽ കൂടി, നിങ്ങളെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി, നിങ്ങളുടെ ഹൃദയം കൂടി ചേർത്ത് വെച്ച് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ആ ചേർത്ത് വെച്ച് കേൾക്കുന്നതിന് ഒരു മെത്തേഡ് ഞാൻ GC മീറ്റപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവർ നിങ്ങളെ മോശമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ആരുടേതാണെന്ന് ചിന്തിക്കുക. അപ്പം അതിലൊരു അത്ഭുതം ഉണ്ടായിരിക്കും, അതിലൊരു കൗതുകം ഉണ്ടായിരിക്കും, അതിലേക്ക് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മീറ്റപ്പിൽ വരാത്തവർക്ക് പോയി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കുറേ GCക്കാരുണ്ട്, GTയിൽ മാത്രമേ. മീറ്റപ്പ് മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പോയിൻ്റ് ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ മീറ്റപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിലർ അറിഞ്ഞില്ല എന്ന്, അത് ലൈവായിട്ട് തന്നെ നമ്മൾ കണ്ടു. അതുകൂടാണ്ട് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പല ഗ്രൂപ്പിലും മെസ്സേജ്, ഇന്ന് എന്തേനും പരിപാടി, എന്തോ 12 മണി ആയി എന്നൊക്കെ പറഞ്ഞല്ലോ, ഗൈഡ് പാടി എന്നൊക്കെ കേട്ടല്ലോ. ഞാനിത് കഴിഞ്ഞ് ഫീഡ്ബാക്ക് തുടങ്ങിയപ്പോഴേക്കും ഓടി, പിന്നെ എപ്പോഴേ ഗൈഡ് പാടിയേ. 12 മണി വരെ 100 ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. അവസാനം പിടിച്ച് നിർത്തിയോണ്ട് ഞാനും പാടിപ്പോയത്. അങ്ങനെ പാവങ്ങളല്ലേ, എത്രയും നേരം കരഞ്ഞിട്ട് പിന്നെ ഉറക്കാൻ പാടിക്കൊടുത്തില്ല പ്രശ്നമല്ലേ, അങ്ങനെ പാടിപ്പോയതാ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ എന്തിപ്പോൾ ഇവിടെ ഉണ്ടായേ, ഇന്നസെൻ്റ് വെച്ചാൽ എന്താ സംഭവിച്ചേ എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. മീറ്റപ്പ് മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ GCക്കാർക്ക്. അപ്പോൾ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഒന്നെങ്കിൽ ആ മാസത്തിലെ സീക്കേഴ്സിൻ്റെ വൈബ്രേഷനിലായിരിക്കും ഞാൻ കയറുക. കാരണം അന്ന് രാവിലെ സീക്കേഴ്സ് ഉണ്ടെങ്കിൽ അന്ന് രാത്രി ഉറപ്പാ സീക്കേഴ്സിൻ്റെ ലെവലിൽ ഞാൻ സംസാരിക്കുള്ളൂ. അതല്ലെങ്കിൽ ഏതെങ്കിലും ആ അനുബന്ധമായിട്ട്, ആ സമയത്തിനോട് അനുബന്ധമായിട്ട് ഏതിലാണോ ഞാൻ പോയി മുങ്ങി എണീറ്റത് അതായിട്ടായിരിക്കും അങ്ങോട്ട് വരാം. അല്ലാണ്ട് GCയുടെ ഫോളോ അപ്പ് ഒന്നായിരിക്കില്ല GC മീറ്റപ്പ്. ഏറ്റവും അപ്ഡേറ്റഡ്, മോസ്റ്റ് അപ്ഡേറ്റഡ്. ഇപ്പോൾ സീക്കേഴ്സിൻ്റെ അതിൽ ഇപ്പോൾ ഭയങ്കര ഡീപ്പ് ഡിസ്കഷൻസും ഓപ്പണിങ്സും നടക്കുന്നതുകൊണ്ട് ഞാൻ കഴിഞ്ഞ മീറ്റപ്പിൽ സീക്കേഴ്സ് ലെവലിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്കഷനാണ് നടത്തിയത്. അങ്ങനെ സീക്കർ പേഴ്സ്പെക്റ്റീവ് നമുക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അത് കളയരുത്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളത് മിസ്സാക്കരുത്. പല ആൾക്കാരോടും പറയുന്നത് മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ എന്നുള്ള. ഒരുപാട് പേരുണ്ടായിരുന്നു, എന്നാലും കുറേ പേരുണ്ടായിരുന്നില്ല എന്നുള്ള. പിന്നെ തുടങ്ങി റെക്കോർഡിങ് കിട്ടുമോ, അത് കിട്ടുമോ, ഇത് കിട്ടുമോ, ഷോൻ്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ എങ്ങനെ. പിന്നെ കുറേ ആൾക്കാർ ഒരു പ്രശ്നം, ഇപ്പം കിട്ടുന്നോണ്ട് നേരിട്ട് അങ്ങ് പറഞ്ഞു പോട്ടല്ലേ, വേറെ ഓഡിയങ്ങളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറഞ്ഞ വേറെ അറിയും. വേറെ കുറേ ആൾക്കാർക്ക് ഗൈഡഡ് കോഡിനൊരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് തന്നെ അറിയില്ല. അത് ഏതാ ഗ്രൂപ്പ്, എന്നിട്ട് പിന്നെ മെൻറ്ററിനെ വിളിച്ചിട്ട് എനിക്ക് ലിങ്ക് കിട്ടിയില്ലല്ലോ, അതെന്താ സംഭവം, അത് എവിടെ, എന്നെ എന്താ ചേർക്കാത്ത, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട് GCക്ക് എല്ലാവരും ഉള്ള. അത് എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ടേക്ക് കെയർ നിങ്ങൾ. GCയുടെ മീറ്റപ്പ് കാര്യങ്ങളൊക്കെ അതിലെ വരാം. അപ്പോൾ അതിൽ ലാസ്റ്റ് മീറ്റപ്പിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് ആ ഒരു കണക്ഷൻ, ആ ഒരു അവെയർനെസ്സിൽ എങ്ങനെ നമുക്കതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുക എന്നുള്ളത്. സോ ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ലൈഫ് ഈ ഇരിക്കുന്ന മൊമെൻറ്റ്, ഇപ്പോൾ ഇതാ ഇവിടെ ഇരിക്കുന്ന സമയത്ത് വാട്ട് യു ഫീൽ, ഞാൻ എല്ലാ GTയിലും ചോദിക്കാനും വാട്ട് യു ഫീൽ, നിങ്ങൾക്ക് ബോറിംഗ് ആണോ ഫീൽ ചെയ്യണത്, ഉറക്കമാണോ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻട്രസ്റ്റിംഗ് ആണോ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ചിലവഴിച്ച സമയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നാം? നിങ്ങളുടെ ലിവിങ് എന്ന ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് അതിനെ ചേർക്കാൻ പറ്റുമോ? എങ്കിൽ അതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങളെ കൂടെ വസിക്കുന്നവർക്കും നിങ്ങളുടെ അടുത്തുണ്ടാകുമ്പോർക്ക് ജീവിക്കുന്നുണ്ട് എന്ന് തോന്നും. ഇന്നലെ റൂമിനായിട്ട് കഴിഞ്ഞിട്ട് ആ ചെയറിൽ ഇരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിലയായിരുന്നു. റൂമിനായിട്ട് കഴിഞ്ഞ് പുറത്തേക്ക് അറിയപ്പോൾ എന്നോട് വേഗം പൊയ്ക്കോളി എന്ന് പറഞ്ഞു. ഈ പരിപാടിൻ്റെ സംഘാടകരാ, ഇത് പരിപാടിയെ കാണിച്ച് നിങ്ങളെ കണ്ടില്ലേ, വേഗം പൊയ്ക്കോളി അറിയാം. കാരണം എന്താ, അവിടെ ഞാൻ നിന്നാൽ ആരും ഹോളിൽ നിന്ന് ഇറങ്ങൂല, പിന്നെ അതിനൊക്കെ മണിക്കൂറിന് വെച്ചൊരു റെൻ്റ് വാങ്ങും.
അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇത്ര സമയമായിട്ടും പോവാതെ 10 മണിക്കാണ് ഞാൻ നിർത്തിയത് തന്നെ. എന്നിട്ടും പോവാതെ എല്ലാവരും ഇരിക്കുന്ന ഒരു പ്രധാന കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടുത്തുണ്ടാകുമ്പോൾ ദേ ഫീൽ ദേ ആർ ലിവിങ്, ദേ ഫീൽ ദേ ആർ ഗെറ്റിംഗ് ദംസെൽഫ്. അവർക്ക് അവരെ തന്നെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ തന്നെ കിട്ടുന്നു. സോ ഞാൻ എന്താ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അങ്ങനത്തെ ഒരു അനുഭവം ഒരാളിൽ നിന്നും നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനത്തെ അനുഭവം എടുത്ത് നിങ്ങളിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾക്ക് ആ അനുഭവം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അവർ നിങ്ങളുടെ അടുത്ത് നിന്നും പോകില്ല. കാരണം എന്താ? അവർ നിങ്ങളുടെ അടുത്തും പോകാത്തത് നിങ്ങളെന്തോ ആയതുകൊണ്ടല്ല. നിങ്ങളടുത്തിരിക്കുമ്പോൾ ഓരെന്തോ ആണതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. am I right? നമുക്ക് നമ്മളെ തന്നെ ആസ്വദിക്കാൻ പറ്റാന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മളെ തന്നെ അനുഭവിക്കാൻ പറ്റാന്നുള്ളത് നമ്മളൊരു കാര്യമാണ്. നമ്മളെ ആസ്വദിക്കുന്നതിലും നമ്മളെ അനുഭവിക്കുന്നതിലൂടെയാണ് നമ്മുടെ ദൈവത്തെ നമുക്ക് അറിയാൻ പറ്റാം. വേറെ ഒരാളിലൂടെ അറിയാൻ പറ്റില്ല. വേറെ ആരിലൂടെയും അറിയുന്നുണ്ടെന്ന് പറയാനും ദേ ആർ ജസ്റ്റ് ദ എക്സ്റ്റേണൽ ഏജൻറ്റ്സ് വിച്ച് വിൽ ഹെൽപ്പ് യു ടു ഇവോക്ക് ദ ഡിവൈൻ അവെയർനെസ് ഇൻ യു. നിങ്ങൾക്കകത്ത് തന്നെയുള്ള അതിനെ ഉണർത്തുന്ന ഏജൻ്റായിട്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത്തരം ഏജൻറ്റുകളോടൊപ്പം നമ്മൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മളെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം സമയം നമ്മൾ അവിടെ സഹവസിക്കാൻ നോക്കും. കാരണം ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ വഴിയെ പഠിപ്പിക്കുന്നിടത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് സത്സംഗങ്ങളോടൊപ്പം ഇരിക്കുന്നത്, സത്സംഗത്തിലായിട്ട് ഇരിക്കുന്നത്, നല്ലവരുമായിട്ട് സഹവസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് സംസ്കരണം സംഭവിക്കും. നല്ലവരായിട്ട് സഹവസിക്കട്ടെ. നല്ലവരെന്ന് പറയുമ്പം ഞാൻ ഇന്നലെ പറയുന്നു ഈ ചില ഇമേജുകൾ വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നല്ലത്, ഇങ്ങനെയുള്ളവരൊക്കെ ബെടുക്ക്. അങ്ങനെ ചിന്തയുള്ള ഒരാൾ എത്ര നല്ല ആളടുത്ത് പോയിരുന്നിട്ട് കാര്യങ്ങൾ ശുദ്ധീകരിക്കപ്പെടൂല. ചിലപ്പം ഏറ്റവും വലിയ നൊട്ടോറിയസ് ആയിട്ടുള്ള കള്ളൻ്റെ കൂടെ ഇരുന്നപ്പോഴായിരിക്കും ചിലർക്ക് ദൈവികത കിട്ടിയത്. കാരണം എന്താ? ഏതൊരു കള്ളൻ്റെ അകത്തും ചില മൊമെൻ്റ് ഉണ്ടായിരിക്കും അയാളെ കള്ളനാക്കിയ അവസ്ഥ. അപ്പോൾ ചിലപ്പോൾ അയാൾ അതിങ്ങനെ പറഞ്ഞ് ആ കള്ളൻ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത്രയും വലിയ സംഭവമാണെന്ന് തോന്നിയിരിക്കുന്ന ഒരു നല്ല ആൾക്ക് തോന്നുന്നത് ഒന്നും ആയിട്ടില്ല, ഈ പശ്ചാത്താപം പോലും എനിക്കില്ല. അപ്പോഴായിരിക്കും ഇയാൾ ചിന്തിക്കണേ ഞാൻ കുറച്ചുകൂടി അവെയർ ആയിരിക്കണം. അപ്പോൾ ആ കള്ളൻ്റെ കൂടെ ഇരുന്ന നിമിഷമായിരിക്കും ഇയാളെ മാറ്റിയിട്ടുണ്ടാവാം. കള്ളനും പർപ്പസ് ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് കളവ് ചെയ്യാന്നുള്ള ഒരു പർപ്പസാക്കി എടുക്കണ്ട. അങ്ങനെയൊക്കെയാണ് ഞാൻ. അതാണ് സംഭവം. അപ്പോൾ ഈ രൂപേണ അത് മാത്രം അങ്ങനെയല്ല. നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാവരെയും ആ കണ്ണിലൂടെ ആ സഹവാസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റാമെന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ക്യാൻ ഇവോക്ക് ദാറ്റ് ഡിവിനിറ്റി ഇൻ യു. അത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ജീവിക്കുന്നതായിട്ട് എവർ ലിവിങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നുള്ളതാണ്. ടു ബി വെരി ഓണസ്റ്റ്, ഞാനിപ്പോൾ ഇത്ര കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രയോ യുഗാന്തരങ്ങളായിട്ട് ജീവിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യണത്. എത്രയോ പുനർജന്മങ്ങൾ എടുത്ത് ജീവിച്ച അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ കാരണമായിട്ട്, അത് വെറും സന്തോഷമല്ല, അവർക്ക് അവരെ കിട്ടി, അവർക്ക് അവരാകാൻ പറ്റി, അതിൻ്റെ സന്തോഷം അവരുടെ കണ്ണിൽ ഇങ്ങനെ അങ്ങനത്തെ സ്വയത്തെ കിട്ടിയ ആൾക്കാരെ കണ്ണിലേക്ക് നോക്കിയാണ്ടല്ല, അത് നോക്കിയിരിക്കാൻ ഓ മൈ ഗോഡ്, അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. അതൊരു ഹരമായിട്ട് മാറണം. അങ്ങനെ ഒരാളുടെ കണ്ണിൽ അത് കാണാൻ പറ്റുമ്പോൾ തന്നെ ഒരു യുഗം ജീവിച്ചതിന് തുല്യമാണ് ഫോർ മീ. അങ്ങനത്തെ ഓരോരോ കണ്ണിലേക്ക് നോക്കുമ്പം അകത്ത് ചെയ്ത് വെച്ച ആർട്ട് വർക്കിൻ്റെ റിഫ്ലക്ഷൻ ആ കണ്ണിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റാൾ അറിഞ്ഞാൽ ഓളാ തട്ടട്ടാലിൻ്റെ സാറേ എന്നറിയില്ലേ, അതേപോലെ ആ കണ്ണ് കണ്ടാലുണ്ടല്ലോ എൻ്റെ സാറേ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ ഫോർ മീ ഞാൻ പറയാറുണ്ട്, ഇതന്നെ ഇത്രത്തിന് ചെയ്യാൻ പറ്റിയത് എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ ആസ്വാദനമാണ്. ഇനി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നോ വെറീസ്, നാളെ പോവല്ലേന്ന് വെച്ചാൽ റെഡി പോവാ. കാരണം എന്താ, ഇതന്നെ ചെയ്യാൻ പറ്റിയത് വലിയ കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ സില്ലി തിങ്, ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളെ നോക്കിയിരിക്കുന്ന നിങ്ങളുടെ ഓരോ കണ്ണിൻ്റെ അകത്തും നിങ്ങളെ കണ്ടപ്പോൾ കിട്ടുന്നൊരു കിക്കില്ലേ, അത് നിങ്ങളെ കണ്ണിൽ കണ്ടിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത കിക്ക് കിട്ടുന്നു. എന്നെ കണ്ടതല്ല, നിങ്ങളൊക്കെ നിങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ കണ്ട കണ്ണ്. ആ കണ്ണിലൂടെ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ ആസ്വദിക്കണത് ഈ സമയത്ത് ഞാൻ വീഡിയോയിൽ ഉണ്ടാവണമെന്ന് പലപ്പോഴും പറഞ്ഞത് ആ മൊമെൻറ്റ്സ് ഇല്ലേ, ആ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ നിങ്ങൾ ഉണ്ടാവണം. നിങ്ങളിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നിങ്ങൾ ആ കണ്ണിലേക്ക് നോക്കിയാൽ മതി, നിങ്ങൾക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നും നിങ്ങളോട്, എന്നോടല്ല. നിങ്ങൾ ആ ഇതിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. ഇന്നേ വരെ കാണാത്തൊരു മൊഞ്ച്, അഴക്, ഭംഗി അതിനുണ്ടാവും. കാരണം എന്താ, നിങ്ങളിൽ ഏറ്റവും സൗന്ദര്യം നിറഞ്ഞ നിങ്ങൾ തൊട്ടിരിക്കുകയാണ്. അത് തൊട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ റിഫ്ലക്ഷൻ അല്ലേ, കണ്ണ് ആത്മാവിൻ്റെ ജാലകമാണ്, ആത്മാവിൻ്റെ കണ്ണാടിയാണ് കണ്ണ്. അത് കണ്ണിൽ ഇങ്ങനെ കാണാൻ പറ്റും. വല്ലാത്തൊരു സ്പാർക്ക് വരുന്ന ഫീലിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ആ സമയത്ത് നിങ്ങളുടെ ആത്മാവ് ഉണർന്നിരിക്കുകയാണ്. ആ ഉണർന്ന
ആത്മാവ് ഉണർന്ന, ഹൃദയം ചേർന്ന ആ കണ്ണിലൂടെ ആ സ്പാർക്കോട് കൂടിയിട്ട് നിങ്ങൾ എന്തിലേക്ക് നോക്കിയാലും അത് കേവലം നിസ്സാരമായ കാര്യമാണെങ്കിൽ കൂടി ആ നോട്ടം പതിയുന്നോടത്തൊക്കെ ഒരു കണ്ണേറ് തട്ടും. അത് ഞാൻ മുന്നേ പറഞ്ഞതാണ്. ഏത് കണ്ണേറാണ്? ആത്മാവ് ഉണർന്ന നോട്ടം. ഇപ്പം ഈവിളയിൽ വിശ്വസിക്കാത്തവരോ ഇന്നത്തെ ഇനി Q&A ഈവിളായി ചോദിക്കരുത്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് Q&A. ഇനി അതായിട്ട് ഇങ്ങോട്ട് വരരുത്. അത് പറഞ്ഞപ്പോഴാണ് കാര്യം എനിക്ക് സ്ട്രൈക്ക് ആയത്. ഇനി അവിടെ പിടിച്ചിരിക്കുന്നത് അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പറയുന്നത്, ഇൻ കേസ് ഒരു കാര്യത്തെ മോശം ചിന്തയോടുകൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ദൃഷ്ടിദോഷം ഉണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു ഈ ഉണർന്ന ആത്മാവ് ഉണർന്ന നിങ്ങളുടെ സൗന്ദര്യം ഉണർന്ന കണ്ണോട് കൂടിയിട്ട് മോശമായ എന്തിലേക്ക് നോക്കിയാലും അവിടെയൊക്കെ വളർച്ച ഉണ്ടാകും, അവിടെയൊക്കെ ഗ്രോത്ത് ഉണ്ടാകും. അപ്പം പിശാചിൻ്റെ നോട്ടം കൊണ്ട് ഒരു സാധനം നശിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ദൈവികതയുടെ നോട്ടം കൊണ്ട് ഒരു സാധനം വളരൂലേ? അതുകൊണ്ടല്ലേ പറയണത് ഒരു നോട്ടം കിട്ടിയാൽ മതിയെന്ന്. ആ നോട്ടമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഏത് നോട്ടം? അത് ഉണർന്ന ഒരു നോട്ടം. ആ നോട്ടം നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണരുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ ആ റിഫ്ലക്ഷൻ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഭയങ്കര രസമായിരിക്കും. ആ കണ്ണിലൂടെ എന്ത് നോക്കിയാലും അതിന് ഭയങ്കര രസമായിരിക്കും, ഭയങ്കര അഴകായിരിക്കും, ഭയങ്കര ഹരമായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഈ പറഞ്ഞ ഇത്രയും നേരം ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ ആകെത്തുക. ദാറ്റ് മീൻസ് നിങ്ങൾ ആ ഒരു ഹയർ കോളിന് ആൻസർ ചെയ്യാൻ തയ്യാറായി കഴിയുമ്പോൾ, ഞാൻ സീക്കേഴ്സിൽ പഠിപ്പിക്കാറുണ്ട് 4 തരം സീക്കേഴ്സ് ഉണ്ട്. അതിലൊരു ടൈപ്പ് സീക്കർ എന്ന് പറഞ്ഞാൽ അവരൊരു സീക്കറാണ് എന്നുള്ള കാര്യം അവർക്കറിയില്ല അവരൊരു സീക്കറാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ അവർക്ക് ചുറ്റിലുള്ള ആൾക്കാർക്കും അറിയില്ല. ആകെ അറിഞ്ഞത് ദൈവം തമ്പുരാന് മാത്രമാണ് അവരൊരു സീക്കറാണെന്നുള്ളൊരു കാര്യം. അതേ സമയത്ത് വേറെ ചില ആൾക്കാരുണ്ട്, അവരൊരു സീക്കറാണെന്നുള്ള കാര്യം അവർക്കറിയില്ല, പക്ഷെ അവരെ ചുറ്റിലുള്ളവരൊക്കെ അറിയും. കാരണം അവരെ ചുറ്റിലുള്ളവർക്കൊക്കെ അവരിൽ നിന്ന് അങ്ങനത്തെ നല്ല 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 അനുഭവങ്ങൾ, ആ സഹവാസം കൊണ്ട് ഒരുപാട് സന്തോഷം സമാധാനമൊക്കെ കിട്ടും. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ എത്ര പേർക്ക് സമാധാനം കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു സമാധാനമാണെന്ന് ചിന്തിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. നിങ്ങളെ ഓർക്കുന്ന സമയത്ത് അവർക്കൊരു സമാധാനം, ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്ന എത്ര പേരുണ്ട്. മാക്സിമം ആൾക്കാർക്കും നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ രക്ഷിതാവ് എന്നുള്ളത് ഓർക്കുമ്പോൾ, എല്ലാ കുട്ടികൾക്കും അല്ല, പൊതുവെ എൻ്റെ പാരൻ്റ് എന്ന് ഓർക്കുമ്പം ഒരു ആ ചുരുക്കിയ ലിമിറ്റഡ് ആയിട്ട് നമ്മളെ സ്വന്തം 1-2 കുട്ടികൾക്ക് മാത്രം സമാധാനം. ഞാൻ ടീച്ചേഴ്സിനോട് പറയാറുണ്ട്, നിങ്ങൾക്ക് എത്ര കുട്ടികളെ പഠിപ്പിക്കാൻ അവസരം കിട്ടണേ? നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ബയോളജി ക്ലാസ് അടിപൊളിയാണെന്ന് മാത്രമാണോ ചിന്തിക്കാൻ പറ്റുന്നത്? അല്ല, ആ മിസ്സ് എന്ന് ഓർക്കുമ്പോഴേക്കും ഒരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ, അടുത്തത് ആ മിസ്സിൻ്റെ ക്ലാസ്സാന്ന് പറയുമ്പോഴേക്കും ഒരു ആവേശം കിട്ടുന്നുണ്ടെങ്കിൽ, മിസ്സ് എപ്പോഴാണ് വരാമെന്ന് ചോദിക്കുമ്പം ആ മിസ്സ് ഒരു പീരീഡ് കൂടി എഡീഷൻ എടുക്കാം, ആ മിസ് തന്നെ എടുത്തോട്ടെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ടീച്ചർ ബയോളജി മാത്രമല്ല കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്, ആ ടീച്ചറിൻ്റെ സാന്നിധ്യം അത്രയും പേരുടെ ഉള്ളിൽ എന്തോന്ന് നൽകുന്നുണ്ട്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ മിസ്സിനോട് പറയാം, ഒരു അബദ്ധം ചെയ്ത സമയത്ത്, എന്തോ ഒന്ന് ഒപ്പിച്ച സമയത്ത് ആ മിസ്സിനോട് പോയിട്ട് ഏറ്റു പറയാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ മിസ്സിൽ എന്തോ ഒന്ന് ഉണർന്നു കിടക്കുന്നുണ്ട്. അങ്ങനെയാകാന്നുള്ളതാണ്. അപ്പോൾ ആ മിസ്സിന് എന്താ തോന്നുക, ഇതെങ്ങനെ സംഭവിക്കുന്നത്, എൻ്റെ അടുത്ത് എന്താ അവരിങ്ങനെ വരുന്നത്? ആ മിസ്സിന് അറിയില്ല, പക്ഷെ എന്തോന്നുണ്ട്, ആ മിസ്സ് പോലും കാണാതെ പോയാൽ എന്തോ ഒന്ന് ഉണർന്നിരിക്കുന്നുണ്ട്. അങ്ങനെയാവലാണ് ഏറ്റവും വലിയ രസം. അപ്പം എല്ലാവർക്കുള്ളിൽ അവരൊന്നുമല്ലാന്ന് തോന്നുന്നിടത്തൊന്നും ഒന്നുമല്ലാത്തവരുടെ അകത്തുള്ള എന്തോ ഒന്നായി മാറാൻ സാധ്യതയുള്ള ഒരു ഒന്നിലേക്ക് സഹായിക്കുന്ന, അതിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു ഏജൻ്റായിട്ട്, ഒരു ഖലീഫയായിട്ട്, ഒരു പ്രതിനിധിയായിട്ട്, ഒരു കണ്ണാടിയായിട്ട് ആ ടീച്ചറോ, ആ മാസ്റ്ററോ, ആ ഫ്രണ്ടോ, ആ ബ്രദറോ, ആ സിസ്റ്ററോ, കസിനോ, അങ്കിളോ, ആൻറ്റിയോ, മദറോ, ഫാദറോ, എന്തിനേറെ പറയുന്നു, ജസ്റ്റ് ഒരു പിക്ചറോ, അതല്ലെങ്കിൽ ഒരു പ്രകൃതിയോ, അതിലെ കാറ്റോ ഇലയോ കടലോ എന്തെങ്കിലും കാരണമാകുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. ചില സമയത്ത് നമ്മൾ കടലോരത്ത് പോയിരിക്കുമ്പം നമുക്ക് ആ ഒരു ഫാസിനേഷൻ കിട്ടുന്നത് കടലിൽ അതുണ്ട്, കടൽ അത് നിങ്ങളിൽ ഇവോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ സംഭവിക്കുന്നത് നമ്മുടെ അകത്താണ് എന്നുള്ള കാര്യം മറക്കരുത്. സോ കീപ് ദാറ്റ് ഫാസിനേഷൻ ഓൾവേസ്. അതെപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഹീലിംഗ് ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് അലൈനിങ് സംഭവിക്കണമെങ്കിൽ, നിങ്ങൾക്ക് എവല്യൂഷൻ നടക്കണമെങ്കിൽ, നിങ്ങൾക്ക് എൻലൈറ്റൻമെൻറ്റ് സംഭവിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെന്ന സീക്രട്ട് ആ ലെറ്റർ വായിക്കണമെങ്കിൽ, നമുക്കൊക്കെ വായിക്കണ്ടേ നമ്മളോട് എന്താണ് നമ്മളെ സൃഷ്ടിച്ചവന് പറയാനുള്ളത്. അതിൻ്റെ ഭാഷ പഠിക്കണം. അത് പഠിക്കാൻ തയ്യാറാണോ? നമ്മളെ കയ്യിൽ ഓൾറെഡി ഉള്ള ഏതൊക്കെയോ ഭാഷ വെച്ചിട്ട് വായിക്കരുത്. അത് ആരൊക്കെ പഠിപ്പിച്ചെന്ന ഭാഷ, അങ്ങനെ വായിക്കരുത്. നമ്മുടേതായിട്ടുള്ള കോഡ് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കണം. അങ്ങനെ വായിച്ചു നോക്കുമ്പോഴാണ്
എന്നെ കൊണ്ട് എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മളെ കൊണ്ടൊക്കെ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയില്ല, നിസാര ബോധത്തിലിരിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഇന്നെ കൊണ്ടോ, എന്ത്, ഞാനോ, എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കാണാത്ത ഒരു രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. സോ വി ഓൾ ആർ എ സീക്രട്ട്, എ ഡിവൈൻ സീക്രട്ട്. ഇപ്പോൾ തിങ്ക്, വെറുതെ ഒന്ന് ആലോചിച്ച് വെക്കുക, എവിടെയൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്തപ്പം ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾ ലിവിങ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ റൂമി നൈറ്റിൽ അറ്റൻഡ് ചെയ്തവർക്ക് എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഞാൻ ജീവിച്ചു എന്നാണ് തോന്നണേ. അപ്പോൾ ഏതായാലും കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുക. ആ മൊമെൻറ്റ് നമ്മൾ അവിടെയൊക്കെ എൻ്റർ ചെയ്തത് മുതൽ രാത്രി ലീവ് ചെയ്തത് വരെയുള്ള മൊമെൻറ്റ്, ആക്ച്വലി വി വർ ലിവിങ്. നമ്മൾ ഒന്നിച്ച് വേറെ ഏതോ ഒരു എല്ലാം കൗതുകമായിട്ട് കാണുന്ന ഒന്നുമല്ല എന്ന് തോന്നിയ സാലും അല്ലേ, സാ രീ ഗ മ പ ദ നീലും സപ്തസ്വരങ്ങളിലും തുടങ്ങിയിട്ട് അല്ലേ നമ്മുടെ അത്ഭുതം ഉണർത്തുന്ന ആഹാ എന്ന ചിന്തയിൽ പോലും ആ ശബ്ദത്തിൽ പോലും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ പറയില്ലേ, ഒരു എലവേറ്റഡ് ആയിട്ട് ജീവിക്കാത്ത തന്നെ വലിയ ബുദ്ധിജീവിയായിട്ട് അതൊക്കെ അത്രേ ഉള്ളൂ, ഇതൊക്കെ അത്രേ ഉള്ളൂ. ചില ആൾക്കാരുണ്ട് എല്ലാത്തിൻ്റെയും കൗതുകം അങ്ങ് നശിപ്പിച്ചളയും. വലിയ അറിവുള്ള ആൾക്കാരാണ് ഏറ്റവും വലിയ മണ്ടെന്നാണ് ഞാൻ പറയാം. അതിനേക്കാളും ബുദ്ധി ഒരു കുട്ടിക്കുണ്ടായിരിക്കും. ഒരു പൂവെടുത്തിട്ട് അതെന്ത് പൂവ്, അത് ഇതല്ല അങ്ങോട്ട് വെച്ചേക്ക്, അതിലിപ്പോൾ എന്താ ഉള്ളത്, അതിലിപ്പോൾ എന്താ, അതിന് മാത്രമല്ല അതൊക്കെ അങ്ങ് ഇതാക്കിയേക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും വലിയ മണ്ടന്മാരാണ്. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരാനറിയാം, പക്ഷെ അത് ആസ്വദിക്കാൻ പറ്റില്ലെങ്കിൽ പോയില്ലേ. അവർക്കതൊക്കെ പറഞ്ഞു തരാനറിയാം, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാനറിയാം, പക്ഷെ അത് ആസ്വദിക്കാൻ അറിയില്ല. തിയറി മൊത്തം പറയാനറിയാം, അതിൻ്റെ സയൻസും എല്ലാ സാധനങ്ങളും പറയാനറിയാം, പക്ഷെ അതിലെന്ത് കാര്യം? നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? ഒന്ന് ആസ്വദിക്കാനാണ്. ആസ്വാദനം നിലനിർത്തിക്കൊണ്ട് പഠിക്കാം. അതുപോലെ തന്നെ പഠിക്കും തോറും ആസ്വാദനം കൂടാ. പഠിക്കും തോറും ഉള്ള ആസ്വാദനം പോവുകയാണെങ്കിൽ ഒരു ശരാശരി വിദ്യാർത്ഥി എടുത്ത് നോക്കിയേ, 5ാം ക്ലാസ്സിലെ EVS അല്ലെങ്കിൽ 4ാം ക്ലാസ്സിലെ EVS പുസ്തകം ആദ്യം തുറക്കുമ്പോഴുണ്ടായിരുന്ന കൗതുകമൊന്നും 12ാം ക്ലാസ്സിലെ കെമിസ്ട്രി ബുക്കോലെയും ബയോളജി തുറക്കുമ്പോഴോ തോന്നില്ല. അറ്റ്ലീസ്റ്റ് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ പുസ്തകത്തിൻ്റെ മണം, അതുപോലെ തന്നെ തുറക്കുമ്പോഴുള്ള കുറേ പിക്ചേഴ്സൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് ആ പിക്ചറെങ്കിലും ആസ്വദിക്കും. ഇതെന്ത് ചിത്ര, അതെന്ത് ചിത്ര എന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കും. അതേ സമയത്ത് നമ്മൾ നേരെ +2 ബയോളജിയൊക്കെ തുറക്കുകയാണെങ്കിൽ ആകെ മൊത്തം കിളിയോയ അവസ്ഥയ്ക്ക് പഠിച്ച തമ്പുരാൻ ഇതിന് ഇങ്ങനെയുള്ളു. അപ്പോൾ ഉള്ള ആസ്വാദനമൊക്കെ പോയി. പഠിക്കും തോറും നമുക്ക് ആസ്വാദനം നഷ്ടപ്പെട്ട് ബുജി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സാധനമുണ്ട്. അങ്ങനെയുള്ളവർ അല്ലേ, നമുക്ക് ബുജി എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് വരില്ല മൈൻഡിൽ അല്ലേ, എന്തോ ഷോക്കൊക്കെ അടിച്ച് ഒരു സാധനമായിട്ടിരിക്കുന്ന മറ്റേ ഗ്ലാസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആസ്വാദനമില്ലാത്ത പഠനം, ആസ്വാദനം നഷ്ടപ്പെട്ട പഠനം, അതുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ പറയും, ജീവിതം മുഴുവൻ നമ്മൾ പഠിക്കുകയാണ്. പണിയെടുത്ത് തളർന്നു പോയ ആൾക്കാർ, അവർക്ക് ആസ്വാദനയെ പോയി. ആകെ ഈ ബുജിയുടെ കഥ പറഞ്ഞ പോലെയാണ്. ഒരേ കാര്യത്തിന് തന്നെ ചെയ്ത് വീട്ടിലെ കാര്യം നോക്കി ആ ഒരു ഐറ്റം ഒരു കഥാപാത്രവും പഠിച്ചായ വേറൊരു കഥാപാത്രം, ഇതിന് രണ്ടിനും വെച്ചൊക്കെ ഏകദേശം ഒരേപോലെ ഉണ്ടാവും. ലുക്കിൽ ചെറിയ മാറ്റം ഉണ്ടാവുന്നുള്ളൂ, സംഭവമൊക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും. ആസ്വാദനം പോയിരിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് അതുപോലെ വളരെ എളുപ്പമാണ്. കാരണം ഞാൻ പറയില്ല, നമ്മുടെ അറ്റൻഷൻ സ്പാന് വളരെ കുറവാണ്. റീൽസ് കൾച്ചറൊക്കെ ഷോർട്ട് ആസ്വാദനം. കഴിഞ്ഞു, പോട്ടെ, നെക്സ്റ്റ്. എന്താ സംഭവിക്കണത്? ഇതൊന്നല്ല, ഇത് കൊള്ളാം പോരാ, ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും. ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാണ്. വേണമെന്ന് വെച്ചാൽ എന്തോ കിട്ടണമെന്നുണ്ട്, എന്നാൽ അതിലില്ല, പോയി എന്തോ കിട്ടുന്നുണ്ട്, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് മൊമെൻറ്റുകൾ നമ്മൾ ആക്ച്വലി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൾച്ചറിൽ നിൽക്കുന്നിടത്തു നിന്നാണ് നമ്മളൊരു തിരിച്ച് നടത്തത്തെ പറ്റി പറയണമെന്നുള്ളതാണ്. സോ സ്പിരിച്വൽ എന്ന് പറയുമ്പം നമ്മളീ പറഞ്ഞ പോലെ റിച്വൽസ് കാര്യങ്ങളൊക്കെ തന്നെ സ്പിരിച്വാലിറ്റിയിൽ റിച്വൽ എന്നുള്ളൊരു പാർട്ടുണ്ട്. അപ്പം റിച്വൽ എന്നുള്ള പാർട്ടിൻ്റെ ഉദ്ദേശം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്പിരിറ്റ് കിട്ടാനാണ്. സ്പിരിറ്റ് കിട്ടാണ്ട് റിച്വൽ മാത്രം ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ? അടിച്ചു വാരാന്നുള്ളതും റിച്വൽ തന്നെയാണ്. പൊടി തട്ടാന്നുള്ളതും എന്തെന്നാണ്? റിച്വൽ തന്നെയാണ്. പക്ഷെ അതിൻ്റെ സ്പിരിറ്റ് കിട്ടാതെ ഇങ്ങനെ പൊടി തട്ടിക്കൊണ്ടിരുന്നാൽ എന്താ ഇപ്പം സംഭവിക്കുക? ഇന്നത്തെ പൊടി തട്ടൽ കഴിഞ്ഞു. സ്പിരിറ്റ് കിട്ടിയോ? ഇല്ല. സ്പിരിറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ, എസെൻസ് ഉണ്ടാകുമ്പോൾ മാത്രമേ, സോള് ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ അതെന്താവുള്ളൂ? സ്പിരിറ്റ് അല്ലെ, റിച്വാലിറ്റി, സ്പിരിറ്റിൻ്റെ റിച്വലായിട്ട് മാറുള്ളൂ. മറ്റത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും റിച്വലായിട്ടുള്ളൂ. അതിന് നമുക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ പറ്റില്ല. അത് കേവലം കർമ്മം മാത്രമാകുന്നുള്ളൂ.
കർമ്മത്തിന് കാമ്പുണ്ടാകുന്നത് അതിൻ്റെ ആത്മാവിനെ തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സദാസമയവും ദൈവിക സ്മരണയിലോ അല്ലെങ്കിൽ സൃഷ്ടാവിനെ ആരാധന ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ സദാസമയം നമുക്കിപ്പോൾ ദിക്റൊന്നും ചൊല്ലിയിരിക്കാൻ പറ്റില്ലല്ലോ, നടക്കോ? ഫുൾ ടൈം നമുക്ക് ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ചെയ്യുന്ന കാര്യങ്ങൾ ആരാധന സമാനമായിട്ട് ചെയ്യാം. അത് വെറുതെ ഇരിക്കുന്നതാണെങ്കിൽ പോലും അങ്ങനെ ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും നേരം ഇവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ സ്പിരിറ്റ് ടച്ച് ചെയ്തിരിക്കണോ നിങ്ങളോട് ചോദിക്കുക. അല്ലെങ്കിൽ ഇറ്റ്സ് എ സ്പിരിച്വാലിറ്റി, ഇറ്റ്സ് എ റിച്വൽ വിച്ച് ടച്ചസ് ദ സ്പിരിറ്റ്. അപ്പോൾ ഇറ്റ് ബിക്കംസ് എ സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ്. എല്ലാത്തിലും അങ്ങനെയാണ് അതിൻ്റെ ആഴം കിടക്കുന്നത്. ഇപ്പോൾ സമയമായതുകൊണ്ട് താൽക്കാലികമായിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് Q&Aയും ടേക്ക് അവേ ഷെയറിങ് പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ മേജർ ടേക്ക് അവേ മറക്കാതിരിക്കുക. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എന്തായിട്ട് മാറും? ഫാസിനേറ്റിംഗ് ആയിട്ട് മാറും നിങ്ങളൊരു ഗൈഡഡ് ജേണിയിൽ ആകുമ്പം. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് നല്ല നല്ല ഞാൻ പറഞ്ഞാൽ മാത്രം തിരിയുന്ന കുറച്ച് സാധനം ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ബുക്ക് ഇല്ലാത്തവരൊക്കെ വാങ്ങിച്ചോ. അടുത്ത മന്തിലാണ് തോന്നുന്നുണ്ട് നമ്മൾ ഗൈഡഡ് കോഴ്സിൻ്റെ ഗ്യാതറിങ് വരണം. ഈ ബുക്ക് ഞാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് കുറച്ച് ഗ്യാതറിങ്സ് ആയിട്ട്. അപ്പോൾ ഇല്ലാത്തവരൊക്കെ മെൻറ്റേഴ്സിനെ കണക്ട് ചെയ്ത് വാങ്ങിച്ചാൽ നന്നാവും. ആൻഡ് ഓൾസോ നാളാണ് ഗൈഡഡ് കോഡ് ഫ്രഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത 66th ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. GC ചെയ്യാത്തവരുണ്ടെങ്കിൽ GC ചെയ്യുക. കാരണം ഞാൻ ഈ ലാംഗ്വേജ് പഠിക്കാമെന്ന് പറഞ്ഞില്ലേ, ഈ സാധനത്തിനൊരു ബേസിക് ലാംഗ്വേജ് ആണോ, ആ ലാംഗ്വേജ് പഠിക്കാൻ GC നമ്മൾ ഒരുപാട് സഹായിക്കും. കറക്റ്റ് അതിൻ്റെ ഒരു പ്ലഗിൻ കിട്ടാൻ GC ഹെൽപ്പ് ചെയ്യും. അപ്പോൾ GC ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നന്നായിരിക്കും. എല്ലാ മാസവും ഉണ്ട്, എപ്പോഴാണോ ഫ്രീ ആണ് അപ്പോൾ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മുടെ പാരൻറ്റിങ്ങിന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. പാരൻറ്റിങ് പ്രോഗ്രാം ഹോം മാസ്റ്റർ ഓൾറെഡി ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ആരെങ്കിലും പെൻഡിങ്ങിലുണ്ടെങ്കിൽ പെട്ടെന്ന് മെൻറ്റേഴ്സിനെ കണക്ട് ചെയ്ത് യു ക്യാൻ എൻറോൾ ദ പ്രോഗ്രാം. December 27th നിങ്ങൾ ഒരുപാട് പേര് കൈ പൊക്കിക്കാണ്. ഒരു ആവേശത്തിൻ്റെ പുറത്തുനിന്ന് മാത്രം പിന്നെ പറയരുത്. ഓക്കെ, ഇന്നത്തെ നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് വേണം എനിക്ക് വെന്യൂ ഫിക്സ് ചെയ്യാൻ. വലുതാക്കണോ ചെറുതാക്കണോ എന്താക്കണമെന്ന്. പരിപാടി വലുതാക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഞാനല്ല, നിങ്ങൾ എന്നെ ചെറുതാക്കൂല എന്ന് കൂടി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നല്ല, ഗൈഡ് ടോക്കിനെ നിങ്ങൾ ചെറുതാക്കൂല. ഇത് ഗ്രാൻഡ് ആക്കണ്ടേ? വേണ്ടേ? സംഭവമാക്കണ്ടേ? നമുക്കൊരു ഗ്രാൻഡ് ഗ്യാതറിംഗ് ആക്കിയിട്ട് സൂപ്പർ പ്രോഗ്രാം ആയിട്ട് മാറ്റണം എന്നല്ല. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, മാക്സിമം ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക. മോർണിംഗ് ടു ഈവനിങ് മാസ് ഹീലിംഗ്, മാസ് അലൈനിങ്, മാസ് ഇൻറ്റഗ്രേഷൻ. മറ്റുള്ളവരുടെ ചെലവിൽ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുന്ന പരിപാടി. ദാറ്റ് മീൻസ് ബാക്കിയുള്ളവരെ എനർജിയെ റൈറ്റ് ആയിട്ടുള്ള അലൈൻമെൻറ്റിൽ കൊണ്ടുവച്ചിട്ട് ലെറ്റ് ഇറ്റ് വർക്ക് ഫോർ അസ് കളക്റ്റീവ്ലി. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും 250 മുതൽ ഇങ്ങോട്ട് 299 GTകൾ കഴിയുമ്പോഴേക്ക് ഗൈഡ് ടോക്കിൻ്റെ പവർ, എനർജി, അതിൻ്റെ ഡെപ്തൊക്കെ ഇനി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ആ എത്ര ഡെപ്തിലാണ് നിൽക്കണേ ആ ഡെപ്തിലായിരിക്കണം നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവേണ്ടത്. അതായിരിക്കും 300ൽ ഇൻ്റഗ്രേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇപ്പം നമ്മൾ ഈ GT ഉണ്ടല്ലോ 250th GTക്ക് ശേഷമാണ് ഈ ലെവലിലേക്ക് മാറിയത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓഫ്ലൈനൊക്കെ വന്നത്. അപ്പോൾ 300ന് ശേഷം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? Can you imagine how it will evolve? Let's wait and see. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. മാക്സിമം ആളുകൾ, അതായത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ December 27th വരണം തീരുമാനിച്ചിട്ട് സമയമുണ്ടല്ലോ എന്ന് കരുതി മാത്രം മാറ്റിയേക്കരുത്. അത് വലിയൊരു സമയത്തെ കൊല്ലലാണ്. സമയമുണ്ടല്ലോ അങ്ങനെയല്ല. If you feel you are living in this moment, if you are ready to live in that moment too, take decision, take action as soon as possible. അതാണ് എപ്പോഴും ചെയ്യേണ്ടത്. ഈ 300th GT, GC നമ്മൾ ഈ പ്രോഗ്രാംസിലേക്കൊക്കെ ഇല്ലേ, നമ്മൾ മുന്നേ അങ്ങ് എൻറോൾ ചെയ്ത് വെച്ചാൽ നടക്കുന്ന ഒരു മാജിക് ഉണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരെ വേണമെങ്കിൽ കേസ് സ്റ്റഡി കാണിച്ചു തരാം. എൻറോൾ ചെയ്യുമ്പോഴേക്ക് തന്നെ അതിൻ്റെ എനർജി നമ്മളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. യു സ്റ്റാർട്ട് ഗെറ്റിംഗ് ദാറ്റ് എക്സ്പീരിയൻസ്. സംതിങ് നമുക്കുള്ളിൽ എനർജറ്റിക്കലി ഇങ്ങനെ ഷിഫ്റ്റ് വരാൻ തുടങ്ങും. ബിക്കോസ് യു ഹാവ് decided to enter into something. Once you enter, before you reaches there, the energy start to work. നമ്മൾ പറയില്ലേ, അതിൻ്റെ മൈന്യൂട്ട് സാധനമാണ്. ഒരാളോട് നമ്മൾ സംസാരിക്കേണ്ടതിൻ്റെ 10 സെക്കൻഡ് മുന്നേ തന്നെ നമ്മുടെ എനർജി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും മൈന്യൂട്ട് ഫോമിൽ. അപ്പോൾ മൈക്രോസ്കോപ്പിക് ലെവലാണത്. അതിൻ്റെ മാക്രോ ലെവൽ എന്തായിരിക്കും? നമ്മളൊരു റൈറ്റ് ആയിട്ടുള്ള അലൈൻമെൻറ്റിലേക്ക് തീരുമാനമെടുത്ത് അതിലേക്ക് എൻറോൾ ചെയ്ത പോയിന്റ് മുതൽ തന്നെ നമ്മുടെ മൈൻഡ് വിൽ സ്റ്റാർട്ട് സീക്കിങ്. ഇതെന്താ പുതിയ പരിപാടി. അപ്പോൾ നാച്ചുറലി അത് എന്ത് ചെയ്യാൻ തുടങ്ങും? പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. ആ പ്രിപ്പറേഷനിൽ തന്നെ ആക്ച്വലി വി സ്റ്റാർട്ട് ഇവോൾവിങ്.